നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ CPOയ്ക്ക് ഒരു മോഹം തോന്നി. നാട്ടിലാകെ പരസ്യം കാണുന്ന സ്പായിൽ പോയി ഒന്ന് മസാജ് ചെയ്യണം. സ്ത്രീകൾ മസാജ് ചെയ്യുന്ന പാലാരിവട്ടത്തെ പേരുകെട്ട ഒരു സ്പായിൽ പുള്ളി പോയി. മസാജൊക്കെ കഴിഞ്ഞ് ഫീസും ടിപ്പും കൊടുത്ത് സന്തോഷത്തോടെ മടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് സ്പായിൽ നിന്നും ഒരു കോൾ വരുന്നു. മസാജ് ചെയ്ത പെൺകുട്ടിയുടെ 3 പവൻ്റെ മാല കാണാനില്ല. അത് നിങ്ങൾ എടുത്തതാണ് എന്നാണ് ആരോപണം. താൻ മാല എടുത്തിട്ടില്ലെന്നറിയിച്ച് ഫോൺ വെച്ചു. പിന്നാലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു ഫോൺ കോൾ കൂടി വരുന്നു. സ്പായിൽ നിന്നും മാല മോഷ്ടിച്ചതിന് നിങ്ങൾക്കെതിരെ പരാതിയുണ്ടെന്ന് അറിയിച്ചു. മാല എടുത്തിട്ടില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും പരാതിയല്ലേ, കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരുമെന്നും അവർ അറിയിച്ചു. കേസായാൽ മസാജിങ്ങിനായി സ്പായിൽ പോയ വിവരം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയും. ആകെ നാണക്കേടുമാകും. ഈ സമയം രക്ഷകനായി SI KK ബൈജു പ്രത്യക്ഷപ്പെടുന്നു. 4 ലക്ഷം രൂപ തന്നാൽ കേസ് സെറ്റിലാക്കാമെന്ന ഓഫറാണ് വെക്കുന്നത്. ഇത്ര വലിയ തുക പറ്റില്ലെന്ന് പറഞ്ഞതോടെ SIയുടെ സ്വരം മാറി. സ്ത്രീകൾ മസാജ് ചെയ്യുന്ന സ്പായിൽ പോയ വിവരം ഭാര്യയെ വിളിച്ച് അറിയിക്കുമെന്നായിരുന്നു ഭീഷണി. നാണക്കേട് ഭയന്ന് 4 ലക്ഷം രൂപ കൊടുത്ത് CPO കേസ് ഒതുക്കി. എന്നാലും താൻ പറ്റിക്കപ്പെട്ടല്ലോ എന്നതിൽ കുണ്ഠിതനായ CPO സ്വന്തം നിലയിൽ അന്വേഷണം തുടങ്ങി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത്. SI KK ബൈജുവും സ്പായിലെ ജീവനക്കാരി രമ്യയും ഇടനിലക്കാരൻ ഷിഹാമും ചേർന്ന് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നിരവധി നടത്തിയിട്ടുണ്ട്. സമാനമായ തട്ടിപ്പിന് ഇവർ ഇരയായ പലരുമുണ്ടെങ്കിലും പലരും മാനക്കേടോർത്ത് പരാതി നൽകാൻ തയ്യാറില്ല. പക്ഷേ എന്തായാലും താൻ പറ്റിക്കപ്പെട്ടു, താൻ അക്കാര്യത്തിൽ ഒരു പരാതി നൽകുകയാണ് എന്ന് തീരുമാനിച്ച CPO ബൈജുവിനെതിരെ പരാതി നൽകി. അതോടുകൂടിയാണ് അന്വേഷണം നടത്തിയതും ഇവർ പിടിയിലായതും ഒക്കെ. എന്തായാലും നാണക്കേടോർത്ത് കേസ് കൊടുക്കാൻ തയ്യാറാവാത്ത നിരവധി പേർ അതിൽ ഉണ്ട്. അവരിലേക്കടക്കം അന്വേഷണം ചെല്ലും എന്നതും ശരിയാണ്. പക്ഷേ ഇത്തരം ചില ക്രിമിനലുകൾ പോലീസുകാരിൽ തുടരുകയും അവരൊക്കെ ഈ നാട്ടിലെ നീതി പാലകരായി നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, നിയമപാലകരായി നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പോലീസ് സേനയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ തങ്ങൾക്കിടയിലെ ഈ വലിയ പുഴുക്കുത്തുകളെ? നന്നായി നടക്കുന്ന പോലീസ് സേനയ്ക്ക് ആകെ, നന്നായി ജോലി ചെയ്യുന്ന ഓഫീസർമാർക്കും ജീവനക്കാർക്കും ആകെ നാണക്കേടായ ഇത്തരം തട്ടിപ്പുകാരെ യഥാസമയം പിടികൂടാൻ എന്തുകൊണ്ടാണ് കേരള പോലീസിന് കഴിയാതെ പോകുന്നത്? ഇത്തരം ക്രിമിനലുകൾ പോലീസ് സേനയിൽ വെച്ച് പൊറുപ്പിക്കേണ്ടതുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ബാലരാമപുരത്തു നിന്നും ശരത്താണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ശരത്ത്, ഈ ഞെട്ടിക്കുന്നൊരു കഥയാണ് കൊച്ചിയിലെ മസാജിങ് സെൻ്ററുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒരു CPO അവിടെ മസാജിന് പോകുന്നു, അയാളുടെ അവിടെ നിന്ന് ഒരു വ്യാജ പരാതി വരുന്നു, അവിടെ നിന്ന് മാല പോയി എന്ന് പറഞ്ഞിട്ട് ഒരു SI ഒത്തുതീർക്കുന്നു. 4 ലക്ഷം രൂപ വാങ്ങുന്നു, 2 ലക്ഷം അയാൾ എടുക്കുന്നു, 2 ലക്ഷം ഇടനിലക്കാരനും ഈ മസാജ് സെൻ്ററിലെ സ്ത്രീക്കുമായി വീതിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നിരവധി തട്ടിപ്പുകൾ. ഇത്തരം തട്ടിപ്പുകാർ പോലീസിലുണ്ടപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന് ഇത് നേരത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഇതിനു മുമ്പ് ഒരു വിഷയം നമ്മൾ വാർത്തയിൽ വന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മാങ്ങ മോഷ്ടിച്ച ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ മാങ്ങ മോഷ്ടിച്ചു എന്നുള്ള ഒരു വിഷയം. പിന്നെ അതിനുശേഷം ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ വന്നു. പക്ഷെ എന്ന് കരുതി നമുക്ക് പൂർണ്ണമായിട്ടും പോലീസ് സേനയെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട ഒരു വിഭാഗമാണ് പോലീസ്, പട്ടാളം, അങ്ങനെയുള്ള. അങ്ങനെ പോലീസ് സേനയെ നമ്മൾ പൂർണ്ണമായും കുറ്റപ്പെടുത്തല്ലോ. ഇതൊക്കെ പോലീസ് സേനയിലെ തന്നെ വളരെ അപൂർവം ആളുകളായിരിക്കും. ഭൂരിപക്ഷം പോലീസുകാരും അങ്ങനെ ഇത്തരത്തിലേക്കുള്ള വൃത്തികേടുകളും കൊള്ളയും ഒന്നും ചെയ്യുന്ന ആളുകളല്ല. പക്ഷേ ഇത്തരം പുഴുക്കുത്തുകൾ സേനയിലുണ്ടെങ്കിൽ അവരെ നേരത്തെ കണ്ടെത്താനും അവരെ പുറത്താക്കാനും ഉള്ള സംവിധാനമൊക്കെ പോലീസിൽ വേണ്ടേ? അത് തീർച്ചയായിട്ടും വേണം. കാരണം നമ്മൾ പണ്ടത്തെ കാര്യം പറഞ്ഞതുപോലെ ജനകീയ പോലീസ് സ്റ്റേഷനായി അല്ലെങ്കിൽ പോലീസുകാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വഴിയെ നമുക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാരണത്തിൽ പോലീസുകാർ നമ്മളെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചോദിച്ചു നമുക്ക് ഇപ്പോഴും ഉള്ളിൻ്റെ ഒരു പേടി നമുക്ക് ഉണ്ടാവും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ജനകീയ പോലീസ് ആയി മാറേണ്ട ഒരു സാഹചര്യമായി കഴിഞ്ഞു. കാരണം നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകാനും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നടത്താനും സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താനും, അപ്പൊ ആ സേനയ്ക്ക് തന്നെ ഒരു അഭിമാനം നമുക്ക് ഉണ്ടാവുന്ന രീതിയിലേക്ക് ഇനിയും മാറണം. അനാവശ്യമായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി ജനകീയ പോലീസ് എല്ലാവർക്കും സേവനം ചെയ്യുന്ന നല്ലൊരു പോലീസ് സേന. ശ്രീ മഹി, ഈ ഒരു മസാജ് സെന്ററിലെ ഒരാൾ പോയി,
അയാൾ അവിടെ പോയതിൻ്റെ പേരിൽ ചിലപ്പോൾ അയാൾ രഹസ്യമായി പോയതായിരിക്കും. പക്ഷേ അവിടെ പോയതിൻ്റെ പേരിൽ അവിടെ ഒരു മാലമോഷണ പരാതി കൊടുക്കുന്നു. ഈ പരാതി ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അയാളുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ വാങ്ങുന്നു. ഇതിനെല്ലാം ചെയ്യുന്നത് ഒരു SI ആണ്. അയാൾ ഇത്ര കാലവും നേരത്തെ ഉണ്ടായ കേസാണ്. അയാൾ ഇത്ര കാലവും അവിടെ നിയമം പാലിച്ച് കാക്കിയിട്ട് നടന്നിരുന്ന ആളുകളാണ്. അയാൾ ഇപ്പോഴാണ് അറസ്റ്റിലാവുന്നതും സസ്പെൻഷനിലാവുന്നതും ഒക്കെ. ഇത്തരക്കാരെയൊക്കെ വെച്ച് ഉറപ്പിക്കാമോ? സാറേ, എനിക്കൊരു കാര്യം, നിങ്ങൾ ഈ ഫോൺ കട്ട് ചെയ്ത് നിങ്ങൾ ഈ TV 3:45 ഫോൺ വിളിക്കും. 10:25 ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും നിങ്ങൾ ഈ പരിപാടി സ്ഥിരമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ കട്ട് ചെയ്താൽ 2 കാര്യം പറയണം. ഒന്ന് ഈ പോലീസുകാരുടെ കാര്യം. പോലീസുകാർക്ക് ഈ മസാജ് ചെയ്ത് സുഖാച്ച് നടക്കണം മരിക്കലും ചെയ്യും. പിന്നെ നല്ല മര്യാദയ്ക്ക് കുടുംബം വാങ്ങിക്കണം. അവരൊന്നും ഈ കൈക്കൂലി വായിക്കില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ തൊട്ടടുത്താണ് ചാല പോലീസ് സ്റ്റേഷന്. അവിടെ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 80 പേരും നല്ലവരാണ്. 20 ഇങ്ങനെയുള്ളവരുണ്ട്. കണ്ടവരെ പൈസ അടിച്ചു മാറ്റി അവർക്ക് സുഖാച്ച് ജീവിക്കണം. ഈ ആവശ്യമില്ലാതെ ചെലാക്കണം. മനസ്സിലായി? പിന്നെ രണ്ടാമത്തെ കാര്യം, സാറ് പിന്നെ ഈ അവിടെ ശബരിമലയുള്ള ഈ മൊത്തം ഇടവസ്ഥ കുറ്റം പറഞ്ഞുകൊണ്ടത് ഈ ശിവകുമാർ അവന്റെ അനിയനും കൂടെ അവിടെ സ്വർണ്ണപാത്രം എന്തുമാത്രം അടിച്ചോണ്ട് നമ്മുടെ വിഷയം അതല്ല. ആ വിഷയത്തിലല്ല നമ്മളിപ്പോൾ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ താങ്കൾക്ക് അഭിപ്രായം പറയാം. ഇല്ല ശ്രീ മഹി, അത് പറ്റില്ല. അങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ മറ്റൊരു വിഷയം പറയാൻ പറ്റില്ല. താങ്കൾ സ്ഥിരം വിളിക്കുന്ന ആളല്ലേ. താങ്കൾക്ക് ആ വിഷയമുള്ള ദിവസം പറഞ്ഞു. ശരി, ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. പ്രേക്ഷകരുടെയൊക്കെ അഭ്യർത്ഥിക്കുകയാണ്, നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയം, ശബരിമല വിഷയമൊക്കെ എത്രയോ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്നൊന്നും പറയാതെ മറ്റൊരു വിഷയം ചർച്ച ചെയ്ത ദിവസം വന്ന് അങ്ങനെ വേറെ വിഷയങ്ങൾ സംസാരിക്കാം. നമുക്ക് ഇതിനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ചർച്ചകൾ നടക്കൂ. ഇന്നത്തെ വിഷയത്തിൽ ഒതുങ്ങി ഇന്ന് ചർച്ച ചെയ്യണം. ആ വിഷയം അതാണ്. ശ്രീ നമുക്ക് പറയാനുള്ള പല കാര്യങ്ങൾ പല പ്രേക്ഷകർക്കും കാണും. പക്ഷെ അതെല്ലാം വിളിച്ചിട്ട് പൊതുവേദിയിൽ അങ്ങ് പറയാം എന്നുള്ളതല്ല. ആ വിഷയത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക എന്നുള്ളതാണ്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, പോലീസിലെ ക്രിമിനലുകൾ ഈ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടല്ലേ? അതും ഈ മസാജ് സെന്ററിലൊക്കെ പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവരെ വീട്ടിലറിഞ്ഞാൽ നാണക്കേടാകുമെന്ന് ഓർത്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷവും ഒക്കെ വാങ്ങുന്നു. അങ്ങനെ എത്രയോ പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും ഈ SIയും സംഘവും ചേർന്ന്. ഹലോ, നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ പോലീസ് അത് സസ്പെൻഡ് ചെയ്താൽ പോരാ. അത് ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടും. എന്നാൽ മാത്രമേ ഇത്ര ആവർത്തിക്കാതിരിക്കുള്ളൂ. സൗണ്ട് കുറവുകൊണ്ട് കൂടുതൽ പറയാൻ കഴിയില്ല. സൗണ്ട് കുറവ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾ മസാജ് സെന്ററിൽ പോയി അയാളുടെ വീട്ടിൽ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, അയാളെ നാറ്റിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ കവരുന്നു. സമാനമായി പലരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ പണം കവരുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു SI ആണ്. ഇത് ഈ മസാജ് സെന്റർ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നടത്തുന്ന സാധനം തന്നെയല്ലേ സാർ? മസാജ് സെന്ററുകളെല്ലാം നിയമപരമായി നടക്കുന്ന സാധനമാണ്. പക്ഷെ പല മസാജ് സെന്റർ മറവിലും നിയമപരമായി നടക്കുന്ന പല സ്ഥാപനങ്ങളുടെ മറവിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കാറുണ്ട്. യാഥാർത്ഥ്യം. അതെ, അതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, ഇത് നിയമപരമായിട്ട് നടത്തുമ്പോൾ അവിടെ പോകുന്നതിന് ഒരു വേറൊരു പിന്നെ നാണക്കേടോ അങ്ങനെ ഇതായിട്ട് കാണേണ്ട യാതൊരു ആവശ്യമില്ല. ശ്രീ സന്തോഷ്, അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. ഒരാൾ എന്തിനാണ് സ്വാഭാവികമായി സ്ത്രീകൾ മസാജ് ചെയ്യുന്ന സ്ഥലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ലല്ലോ പോകുന്നത്. അവരുടേതായ ഓരോരുത്തർ അവരുടെ സന്തോഷത്തിന് പോകുന്നതായിരിക്കും. അത് നിയമപരമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ. ഒരാൾ ബാറിൽ പോകുന്ന കാര്യം ഒരാൾ വീട്ടിൽ പറഞ്ഞാൽ പ്രശ്നമുള്ള ആളുകൾ കാണും. അപ്പോൾ അത് പറയുമെന്ന് പറഞ്ഞ് കുട്ടികളെയൊക്കെ ചില പ്രായത്തിലൊക്കെ ആളുകളെ അങ്ങനെയൊക്കെ പറ്റിക്കില്ലേ? അതൊക്കെ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് സമൂഹത്തിൽ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കരുതുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. അത് ഓക്കെയാണ്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു ഇതുണ്ട്. ഏതാണ് ശമ്പളം കൂട്ടി ഈ പോലീസുകാർക്ക് ഈ വിഷയത്തിൽ പറയൂ. അതെ, അങ്ങനെയല്ലാന്ന്. ഇവർക്ക് ശമ്പളം ഇല്ലാത്തവരാണ് ഈ അഴിമതി കാണിക്കുന്നത്. അതല്ല, ശമ്പളം ഇല്ലാത്തല്ല. അത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അഴിമതിക്കാരെ ശമ്പളം ഉണ്ടായാലും ഇല്ലല്ലോ അഴിമതി കാണിക്കും. ശമ്പളം ഇല്ലാത്തത് കൊണ്ട് ലോകത്താരും അഴിമതി കാണിക്കാറില്ല. ശമ്പളം എത്ര കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ അഴിമതിക്കാരെന്നൊരു അഴിമതിക്കാരായി തുടരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ഗവൺമെന്റ് പോലീസുകാരായാലും ആരായാലും ഇവർക്ക് എന്ന് വെച്ചാൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സസ്പെൻഷനേ ഉള്ളൂ. ഒരു 6 മാസം അവർ പകുതി ശമ്പളത്തോടു കൂടിയാണ് സസ്പെൻഷൻ ഉള്ളത്. പിന്നെ എന്താണ് ഇവർക്ക് തെറ്റ് ചെയ്താലുള്ളത് കുഴപ്പം? ഡിസ്മിസ് ചെയ്യുക. സേനയിൽ നിന്ന്. കാരണം പോലീസ് സേനയാണ്, നിയമപാലകരാണ്. നിയമം പാലിക്കേണ്ടതും പാലിപ്പിക്കേണ്ടതും ആളാണ്. അവർ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് എന്താണ് അതിൽ പ്രതീക്ഷയുള്ളത്? ഒരിക്കലുമല്ല. നാളെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അവരെ കൈക്കൂലി മേടിക്കാൻ നിൽക്കൂലേ? ഇതിനു മുമ്പ് വാങ്ങിയിട്ടുണ്ടാവൂലേ? ഇപ്പൊ തന്നെ ആ CPO അന്വേഷണത്തിൽ പലരും ഇതേപോലെ പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ അറിയുന്നത്? അങ്ങനെയുള്ളപ്പോ ഇയാളെ ഇനി ഇവിടുന്നുള്ള വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പോലീസ് SI ആയിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ പോലും അവിടെ ഇതിനെക്കാളും വേറെ എന്തെങ്കിലും വകുപ്പിൽ പൈസ കിട്ടുന്ന ആ രീതിയിലേക്ക് പോകും. വല്ല മണലോ കരിങ്കല്ലോ
ആ രീതിയിലേക്കും കൈക്കൂലി മേടിക്കാൻ നിൽക്കും. അപ്പൊ ഇയാൾ ഡിസ്മിസ്സാ ചെയ്യേണ്ടത്, സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് തന്നെ ചെയ്യണം. നല്ലൊരു അന്വേഷണം വരികയും ചെയ്യണം. പിന്നെ വായിൽ പോയില്ലെന്ന് വലിയൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നു. ശ്രീ സന്തോഷ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, പോലീസുകാർ നാട്ടുകാരെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ഈ കൊടും ക്രിമിനലുകളായി മാറിക്കൊണ്ട് ഇത്തരം തട്ടിപ്പുകളൊക്കെ നടത്തുന്നു. ആളുകൾ മാനക്കേടോർത്ത് കേസ് നൽകില്ല എന്നുള്ള ബലത്തിലാണ് ഇത്തരം തട്ടിപ്പൊക്കെ നടത്തുന്നത്. അത്തരക്കാരൊക്കെ ഒരാൾ പരാതി കൊടുക്കുന്നത് വരെ തിരിച്ചറിയുന്നില്ല ഇങ്ങനെ ഒരാൾ പോലീസ് സേനയിൽ നിന്നുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നതെന്ന്. അത് നമ്മുടെ സംവിധാനത്തിന്റെ പരാജയമല്ലേ? വേറെ വേലി തന്നെ വിളവ് തിന്നുന്നുള്ള ഒരു ഉണ്ടല്ലോ പഴഞ്ചൊല്ല്, പണ്ടേ നമ്മൾ പറയുന്ന പോലെ. പിന്നെ മോദായം പറഞ്ഞ 64 വളയുന്നുള്ള ഒരു പഴമൊഴി ഉണ്ടല്ലോ. അത് സാറേ എല്ലാ വിഭാഗത്തിലും നല്ലതുണ്ട്, പിന്നെ തെറ്റ് ചെയ്യുന്ന കൂട്ടറുണ്ട്. പക്ഷെ ഇത് പിന്നെ ഈ വിഭാഗത്തിൽ എപ്പം, അതായത് ഇപ്പൊ ഒരു കോളർ പറഞ്ഞ പോലെ അവര് നിയമം പാലിക്കേണ്ടവരാ. അവർ അങ്ങനെയുള്ള കൂട്ടരെ സെലക്റ്റീവായിട്ട് ഇത് നിയമിക്കാം. പണ്ട് കണ്ടില്ലേ ഒരു PSCന്റെ 2-3 പിന്നെ റാങ്ക് ലിസ്റ്റിൽ വന്ന് വയ്യാവരെ പബ്ലിക്കായിട്ട് ക്വിസ് മത്സരം, ഇത് കോമ്പറ്റീഷൻ അല്ല, ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒന്നിനും ഉത്തരം പറയാൻ കഴിയാണ്ട് അങ്ങനെയുള്ള കൂട്ടർ എല്ലാത്തിലും ഇതിൽ നല്ല കൂട്ടറുണ്ട്. ഞാൻ നല്ല അങ്ങനെ പറയാൻ പറ്റൂല. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നല്ലതുണ്ട്, മോശമായിട്ടുള്ള കൂട്ടറുണ്ട്. പിന്നെ എല്ലാ തരത്തിലും ഇങ്ങനെയുള്ള ഗവൺമെന്റ് ഇനിയെങ്കിലും സെലക്റ്റീവ് ആകുമ്പോൾ ഈ പോലീസ് വകുപ്പ് എന്ന് പറഞ്ഞാൽ ഈ സംരക്ഷിക്കുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും മറ്റുള്ള പിടിച്ചുപറിക്കാരെയും എല്ലാം സംരക്ഷിക്കേണ്ട സേനയായിട്ട് ഈ ക്ലിയർ ആക്കണ്ട്. അതിൽ സെലക്ട് ചെയ്യുന്ന കൂട്ടർ നന്നായിട്ട് സെലക്ട് ചെയ്യും, നല്ല കൂട്ടർ അനുയോജ്യമായിട്ടില്ല. പിന്നെ അതെല്ലാം അവർക്ക് മെന്റൽ ഇതുണ്ടോ, പിന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, എങ്ങനെയാ അതെല്ലാം നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. സാറ് നേരത്തെ പറഞ്ഞ ഉത്തരം ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത കറക്റ്റ് ആയിരുന്നു. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ദിവാകരൻ. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പോലീസുകാർ ഒരാൾ മസാജ് സെന്ററിൽ പോയതിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കുന്നു, അത് ഇടനില നിന്നുകൊണ്ട് 4 ലക്ഷം രൂപ തട്ടുന്നു. ഇങ്ങനെ നിരവധി ആളുകളുടെ കയ്യിൽ തട്ടിയിട്ടുണ്ട്. പലരും ഈ മാനക്കേടോർത്ത് പരാതി പറയാറില്ല. ഇത്തരക്കാരൊക്കെ പോലീസ് സേനയിൽ കാലങ്ങളായി തുടരുന്നു എന്നുള്ളത് വലിയ അപമാനമല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഇപ്പോ ഈ ദൃശ്യം കണ്ടിട്ടാണ് 4 ലക്ഷം രൂപ വാങ്ങുന്ന ദൃശ്യം കണ്ടു. ഈ ദൃശ്യം കാണാതെ പോലീസ് സേനയിൽ എന്തുമാത്രം അഴിമതികൾ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും അല്ല നമ്മൾ പറയുന്നത്, അതിൽ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ കൊറോണ സമയത്ത് എന്തുമാത്രം പോലീസ് സേന നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു രാവും പകലും. അവരുടെ മുഖത്ത് ചെളി വാരി എറിയുന്ന ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരെ തീർത്ത് പിരിച്ചുവിടണം. കാരണം ചെറുപ്പക്കാരായ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കൈക്കൂലി മേടിക്കുന്ന എല്ലാ മേഖലയും, ഈ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ മേഖലയിലും ഇവരെ പിരിച്ചുവിടണം. കാരണം നമ്മുടെ നികുതി പൈസയാണിത്, നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നാട്ടിലൊക്കെ സ്പാ നടത്തുകയും സ്പായുടെ മറവിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നന്നായി നടക്കുന്ന സ്പായും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സ്പാ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വരുന്ന ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ പോലീസുകാർ കൂടി കൂട്ടുനിൽക്കുന്ന അവസ്ഥ. സ്പായിലെ ജീവനക്കാരും പോലീസുകാരനും ഇടനിലക്കാരനും ചേർന്നാണ് ഈ 4 ലക്ഷം ഒരാളും തട്ടിയത്. അങ്ങനെ എത്രയോ പേരിൽ നിന്ന് എത്ര ലക്ഷങ്ങൾ തട്ടിയിട്ടുണ്ടാവും? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. പോലീസ് സേന മാത്രല്ല, ഇപ്പോ ഈയിടെ പിന്നെ പല ആൾക്കാരും പല സ്ഥലത്തു നിന്നും വലിയ സംഖ്യ കൈക്കൂലി വാങ്ങുന്നത് പത്രത്തിലും വേറെതാണ് അറിയുന്നത്. അപ്പോ മുമ്പൊരാൾ പറഞ്ഞാൽ പോലീസ് സേന എന്ന് പറഞ്ഞാൽ അത് നാട്ടിന്റെ ജനങ്ങളെ സ്വത്തിനും ജനങ്ങളെ സംരക്ഷണത്തിനും ഈ നാടിന്റെ വലിയ ആവശ്യത്തിനില്ലതാ. അവർ യാതൊരു കാരണവശാലും ഇത്തരം കാര്യം ചെയ്യാൻ പാടില്ല. കാരണം അവര് വളരെ കെയർഫുള്ളായ പോലീസുകാരുണ്ട്. ഇത് ഇത്തരം ചില മോശക്കാരിലുണ്ട് മറ്റു പോലീസുകാർക്കും കൂടി നാണക്കട. അപ്പൊ ഇയാളെ തക്കതായ ശിക്ഷ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ഒരു പാടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തു നിന്നും. ശ്രീ അഹമ്മദ് ബാവ, ഈ വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയുന്ന പോലെ നിയമം പാലിക്കേണ്ട, അല്ലെങ്കിൽ നാട്ടിൽ ഈ നിയമമൊക്കെ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ചുമതലയുള്ള ആളുകൾ തന്നെ വലിയ ക്രിമിനലുകളായി മാറുന്നു. അവരൊക്കെ പരാതി നൽകും വരെ സ്വസ്ഥമായി പോലീസ് സേനയിൽ വാഴുകയും ചെയ്യുന്നു. അത് ഈ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടല്ലേ? നമസ്കാരം. നമസ്കാരം. ബലിപെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നാകെ വന്നിട്ട്
വല്യപ്പ പള്ളിയിൽ പോയിട്ടില്ല. എന്നിട്ടാ ഇനിയിപ്പോ ഈ ഒറ്റ വെള്ളിയാഴ്ച ഇതൊരു പോലീസുകാരൻ 4 ലക്ഷം രൂപ വാങ്ങി ശബരിമല ക്ഷേത്രത്തിലുള്ള സ്വർണം തീർത്തും അടിച്ചു പോയിട്ട് ഞങ്ങൾക്ക് യാതൊരു കുലുക്കവും ഇല്ല. കുന്നു കുലുങ്ങാന്നല്ലാതെ കുഞ്ഞാത്ത കുലുങ്ങൂല. ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി അത്രക്ക് ക്ലിയറാണ്. അതായത് സംരക്ഷണം കിട്ടും എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഇയാൾ ഈ പണി ചെയ്തിട്ടുള്ളത്. ഇത് ഭാര്യയും മറ്റുള്ളവരും അറിയുന്നു പറഞ്ഞു, അങ്ങനെയാണ് വാങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ അറിഞ്ഞല്ലോ. ഇപ്പൊ അയാൾക്ക് സ്വന്തമായിട്ട് ഇവന്റെ മേലിൽ എന്തെങ്കിലും ചെയ്യാനോ നടപടി എടുക്കാനോ കഴിഞ്ഞാല് അത് മതി. ഒരു 6-7 മാസം കൂടി ഇത് ജനങ്ങൾ കേരളത്തിൽ സഹിച്ചേ പറ്റുള്ളൂ. കാരണം ആഭ്യന്തരം വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ഒരു കാര്യവും. ശ്രീ അഹമ്മദ് ബാവ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കാലത്തല്ലാതെ അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനും ഒന്നും ഭരിക്കുന്ന ചോദിക്കട്ടെ നില്ലേ ആ കാലത്തൊന്നും കേരളത്തിലെ പോലീസുകാർക്കിടയിൽ അഴിമതിക്കാരും ഇല്ലായിരുന്നു. ഇപ്പോൾ മാത്രമാണ് ഉണ്ടായിട്ടുണ്ട്. അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായ തക്കതായ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ താങ്കൾ പറയുന്നത് ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ് കേരളത്തിൽ പോലീസുകാരിൽ അഴിമതിക്കാരുണ്ടായത്, അതിനു മുമ്പ് അഴിമതിക്കാരും ഇല്ല എന്നാണോ? പിണറായി വിജയൻ സർക്കാർ വന്നതിന്റെ ശേഷം തന്നെയാണ്. കാരണം ഇയാൾ CPM-കാരനായിരിക്കും. താങ്കൾ ഏത് കണക്ക് വെച്ചിട്ടാണ് അത് പറയുന്നത്? കേരളത്തിലെ പോലീസിനെതിരെ വരുന്ന ക്രിമിനൽ കേസുകളുടെ എണ്ണം അങ്ങനെ ഏതെങ്കിലും ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ? അറിയില്ല. പിണറായി വിജയൻ എന്ന് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനവും താങ്കൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനോട് ഏതെങ്കിലും ദേഷ്യം കാണും, അതുകൊണ്ട് താങ്കൾക്ക് അങ്ങനെ പറയാം, അതിൽ കുഴപ്പമില്ല. കേരളത്തിലെ പോലീസിൽ എല്ലാ കാലത്തും UDF ഇരിക്കുമ്പോഴും LDF ഇരിക്കുമ്പോഴും ഒക്കെ കള്ളന്മാരുണ്ടായിട്ടുണ്ട്. അവരെ പിടിക്കാത്തതിൽ UDF-ന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും LDF-ന്റെ ആഭ്യന്തരമന്ത്രിയും എല്ലാം ഒരേപോലെ ഉത്തരവാദികളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അല്ല, താങ്കൾ പിണറായി വിജയൻ ഇരുന്നത് കൊണ്ടാണ് ഇത് വന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണ് വന്നത്, അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ശരി, ഓക്കെ. ഇത്രത്തോളം മാറിയിട്ടുള്ള പിന്നെ എന്തുകൊണ്ടാണ് അഹമ്മദ് ബാവ പിന്നെയും ആ സർക്കാരിനെ ആളുകൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്? ICU-ൽ വെച്ചിട്ട് ഒരു പീഡനം നടന്നിട്ട്. ശ്രീ അഹമ്മദ് ബാവ, എന്റെ ഒരു സംശയം ചോദിച്ചാണ്, എന്തുകൊണ്ടാണ് പിന്നെയും ആ സർക്കാരിനെ ഈ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്? ICU-ൽ വെച്ചിട്ട് ഒരു ശ്രീ അഹമ്മദ് ബാവ, എന്റെ സംശയത്തിന് മറുപടി പറയും. ഇന്നും ശ്രീ അഹമ്മദ് ബാവ, ജനങ്ങൾ കൈകാര്യം ചെയ്യണം. അഹമ്മദ് ബാവ കേൾക്കാനേ തയ്യാറില്ല. ശ്രീ അഹമ്മദ് ബാവ പുറത്തിറങ്ങി നടക്കുക. പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? ശ്രീ അഹമ്മദ് ബാവ പറഞ്ഞു കഴിഞ്ഞോ? അപ്പോഴേ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം കൂടെ ചോദിച്ചായിരുന്നു, കേട്ടിരുന്നോ? പൊതുവേദിയിൽ ഇത്രത്തോളം സംസാരിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് താങ്കളെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞ ചോദ്യം കേട്ടിരുന്നോ? ശരി, ഓക്കെ. എന്തായാലും തൽക്കാലം അഹമ്മദ് ബാവയോട് സംസാരിച്ചാൽ ഞാൻ അങ്ങോട്ട് എത്ര ചോദിച്ചാലും അഹമ്മദ് ബാവ കേൾക്കില്ല. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി അഹമ്മദ് ബാവ, നടക്കട്ടെ. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, ഈ പോലീസിലെ ഇത്തരം ക്രിമിനലുകൾ അവർ തന്നെ ഈ വലിയ കള്ളന്മാർ ചെയ്യുന്നതിനേക്കാൾ വലിയ തട്ടിപ്പ് ആളുകൾക്ക് പുറത്ത് പറഞ്ഞാൽ മാനക്കേടുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ പറഞ്ഞ് തട്ടിപ്പ് നടത്തി. ഈ CPO ഏതെങ്കിലും തരത്തിലൊരു ക്രൈം ചെയ്ത ആളല്ല. അയാൾ ഒരു നാട്ടിൽ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്പായിൽ പോയി അയാൾ മസാജ് ചെയ്തു. അവിടെ സ്ത്രീകളാണ് മസാജ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനമാകുന്നില്ല. പക്ഷേ അയാളുടെ വീട്ടിൽ അത് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ആ സമയത്ത് അതുണ്ടാക്കുന്ന നാണക്കേടിനെ കുറിച്ച് ഓർത്താവും. അയാളുടെ കയ്യിൽ 4 ലക്ഷം രൂപയാണ് SIയും ഇവരും ചേർന്ന് തട്ടിച്ചത്. സമാനമായ നിരവധി തട്ടിപ്പുകൾ ഇയാൾ സ്ഥിരമായി നടത്തുന്ന ആളാണെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ തെളിയുന്നത്. അത്തരക്കാരൊക്കെ പോലീസിൽ തുടരുന്നുണ്ട്. എന്താണ് അത് സംഭവിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. നേരത്തെ മുതൽ തന്നെ നമ്മളെല്ലാവരും പറയുന്നുണ്ട് പോലീസിൽ ഒരുപാട് ക്രിമിനലുകളുണ്ട്. പക്ഷേ നമ്മളെല്ലാ പോലീസുകാരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. 5% ക്രിമിനലുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട ആളാണ് ഈ KK ബൈജു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഇദ്ദേഹത്തിന് നേരത്തെയും കള്ളനോട്ട് കേസിൽ ഇദ്ദേഹം പ്രതിയാ. അന്ന് തന്നെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് പിന്നെ എങ്ങനെ തിരിച്ചെടുത്തെന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പോലും അറിഞ്ഞൂടാ. നേരത്തെ കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇദ്ദേഹത്തിന്റെയും കൂട്ടാളികളുടെയും സ്ഥിരം പരിപാടി, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ രമ്യ എന്നും ഷിഹാം എന്നും പറഞ്ഞ 2 പേരുണ്ട്. ഇവർ കൂട്ടുകച്ചവടമാണ്. ഇവർ ചേർന്നുള്ള ഒരു പരിപാടിയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ CPO അവിടെ നിയമപരമായി നടത്തുന്ന ഒരു സ്പായിൽ പോകുന്നതിനൊന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല. അത് ചിലപ്പോൾ അവരുടെ ആരോഗ്യ ട്രീറ്റ്മെന്റ് ആയിരിക്കും, എന്തുമായിരിക്കും, അങ്ങനെ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പോലീസുകാരനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പേടിച്ചുപോയി.
അത് പേടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ KKയും മറ്റൊരു 4 ലക്ഷം രൂപ വാങ്ങി അയാൾ പോലീസിൽ നിരന്തരം ഉള്ള ക്രിമിനലായി KK ഇതേപോലെയുള്ള ആളുകളുമായി കൂട്ടുചേർന്ന് ഈ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇയാളെ സസ്പെൻഡ് അല്ല, എന്നേക്കുമായി ഡിസ്മിസ് ചെയ്താൽ ഈ പോലീസിലെ ഈ 5% ഇത് കണക്കുള്ള ക്രിമിനലുകൾക്ക് അതൊരു പാഠമായിരിക്കും. അതുകൊണ്ട് ഈ KK ബൈജു ഇരുന്നിടത്തെല്ലാം, ഞാൻ വീണ്ടും പറയുന്നു, കള്ളനോട്ട് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമാണ്. അത് ചെയ്തിട്ട് വീണ്ടും എങ്ങനെയാണ് പുള്ളി ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നതെന്നൊരു പുനരന്വേഷണം നടത്തണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്, ആരെയൊക്കെ ഉദ്യോഗസ്ഥരെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കണം. ചിലപ്പോൾ അന്വേഷിച്ചു വരുമ്പോൾ ശബരിമലയിൽ അഴിമതി ചെയ്ത് മോഷ്ടിച്ച ആളുകളുടെ രാഷ്ട്രീയക്കാരാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടെയുള്ള CPI ഒക്കെ ഭീഷണിപ്പെടുത്തുക, വിരട്ടി പൈസ മേടിക്കുക എന്ന് പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ റേഞ്ച് ഒന്ന് മനസ്സിലാക്കണം. ഇത് ഗ്രേഡ് SI ആകട്ടാ. ഇപ്പോഴത്തുള്ള പുതിയ SIമാര് പിള്ളേര് സത്യം പറഞ്ഞ ഇതുപോലെയൊന്നും ചെയ്യുന്ന ആളുകളല്ല. ഇത് ഗ്രേഡ് SI ആ. അപ്പൊ ഗ്രേഡ് SIക്ക് എപ്പോഴും ഒരു പോലീസുകാരെല്ലാം ആക്ഷേപിച്ച് പറയുന്നതല്ല, പോലീസുകാർക്കൊരു ജീവിത ശൈലിയും രീതിയും ഉണ്ട്. ആ രീതിയിൽ വന്ന ഒരാളായതുകൊണ്ട് വീണ്ടും അത് തുടരും. അതുകൊണ്ട് ഇതിന്റെ DGP ഉൾപ്പെടെ ഉള്ളവർ ഇടപെട്ട് ഇദ്ദേഹത്തിന് കൃത്യമായി ഇതിനുള്ള ശിക്ഷ നൽകി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എടുത്ത് പുറത്തു കളയണം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ സ്പാ സെന്ററുകളെല്ലാം ലൈസൻസും മറ്റതൊക്കെ വാങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. ആ സ്പാ തന്നെ ഇതിനൊക്കെ അവഹേളിക്കുന്ന സ്പാകൾ നടത്തുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റക്കെട്ടായി മറ്റുള്ള സ്പാ സെന്ററുകാരും കൂടി ചേർന്ന് ഇവരെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കിരൺ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ബിനോയ്, ശ്രീ തങ്കമ്മയാണ് വൈക്കത്ത് നിന്നും. ശ്രീ തങ്കമ്മ, പോലീസുകാരൻ ഒരു സ്പായിൽ പോകുന്നു, അവിടെ സ്ത്രീകൾ മസാജ് ചെയ്യുന്ന സ്പായ ആയതുകൊണ്ട് അത് ഭാര്യയെ വിളിച്ചു പറയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഒരാളുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നു. ഇവരിങ്ങനെ സ്ഥിരമായി പണം തട്ടിയെടുക്കുന്നവരാണെന്നാണ് പിന്നീട് ഈ CPO തന്നെ അടുത്ത അന്വേഷണത്തിൽ തെളിയുന്നത്. അത്തരം ആളുകളൊക്കെ പോലീസ് സേനയിൽ തുടരുന്നുണ്ട്. അത് വലിയ നാണക്കേടല്ലേ? ശ്രീമതി തങ്കമ്മ പറയാം, പറഞ്ഞോളൂ. അതെ, അദ്ദേഹം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മസാജ് ചെയ്യുവോ, അത് സ്വന്തം വ്യക്തിപരമായ കാര്യമാണ്. അതിനുവേണ്ടി അദ്ദേഹം പോയി കാണും. അവിടെ അദ്ദേഹം 3 പവന്റെ സ്വർണ്ണ ഇട്ടുണ്ട്. ഈ ഇദ്ദേഹത്തെ മസാജ് ചെയ്ത അവളെയും നമ്മൾ ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പെണ്ണുങ്ങള് ഈ മസാജ് സെന്ററിൽ ഇവളെന്തിനും 3 പവന്റെ മാല ഇട്ടോണ്ട് നിന്ന് അത് തന്നെ വ്യാജമായ പരാതിയായിരുന്നു. 3 പവന്റെ മാലയൊന്നും അവിടുന്ന് പോയിട്ടില്ല. എന്തോ 3 പവന്റെ മാലയൊന്നും അവിടുന്ന് പോയിട്ടില്ല, അതൊരു കള്ളപ്പരാതിയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ലായിരിക്കും. അപ്പൊ പെണ്ണും ആണിനേക്കാളും വളരെ തന്ത്രശാലിയാണ്. അപ്പൊ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയതായിരിക്കും. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരമോ അവകാശമോ ഒന്നുമില്ല. അത് നമ്മുടെ സ്വന്തം കാര്യമാണ്. അദ്ദേഹത്തിന് മാനാഭിമാനമുള്ള ഒരു മാന്യനായ ഉദ്യോഗസ്ഥനായിരിക്കും. ബലഹീനത അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടം കൊണ്ട് അയാൾ അങ്ങനെ പോയായിരിക്കും. അപ്പോൾ അത് ചൂഷണം ചെയ്യാൻ ഈ മറ്റേ ഉദ്യോഗസ്ഥന്റെ കൂട്ടത്തിൽ സഹകരിച്ച അവളുടെ പേര് നമ്മളിവിടെ പുറത്തു പറയണം. സ്ഥാപനം പൂട്ടിക്കണം. പേരുകളൊക്കെ പറഞ്ഞിരുന്നു. രമ്യ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ പേരൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് ഈ പോലീസുകാർ ഇത് വാങ്ങിയത് വളരെ തെറ്റാണ്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഏതോ കുബേരപുത്രൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിൽ എവിടെയൊക്കെ പോയി പണം വാരിയെറിഞ്ഞ്, നമുക്കറിയാം മഹാരാഷ്ട്രയിൽ പറഞ്ഞു കേട്ടിട്ട് മഹാരാഷ്ട്രയിലെല്ലാം ഡാൻസ് വാറുണ്ട്. അവിടെയൊക്കെ കോടീശ്വരന്മാരുടെ മക്കൾ പോയി കോടിക്കണക്കിന് റുപ്യ ഒരു ദിവസം തീർക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. പക്ഷേ ഡാൻസ് വാർ ബോംബെയിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ സത്യത്തിൽ ഈ കാര്യം സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. പിന്നെ ഇതിൽ എന്ന് വെച്ചാൽ എല്ലാത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഏതെങ്കിലും ഒരു SI എവിടെയെന്ന് വെച്ച് തോന്നിയാസം ചെയ്തിട്ട് അതിനൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് പറയാനാവില്ല. അദ്ദേഹം നടപടി എടുക്കും, പരാതി കൊടുത്താൽ. ആ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇത് നടത്തുന്നവരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവിടുന്ന് അവർ മനസ്സിലാക്കിയിട്ട് ഇവർ പണക്കാരാണോ, ഇവർ കോടീശ്വരനാണോ, സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ഇവർ തമ്മിൽ ഒത്തു കളിച്ചിട്ട് നടക്കുന്ന ഒരു സംഭവമാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ,
ഇദ്ദേഹം ഇത്ര ഒരു ലൈസൻസ് ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇത്ര സമൂഹത്തിന്റെ മുമ്പിലും സ്വന്തം ഫാമിലിയുടെ മുമ്പിലും അദ്ദേഹത്തിന്റെ മാന്യത തെളിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇദ്ദേഹം അത്ര വലിയ കക്ഷിയൊന്നുമല്ല. സാറിന് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി നമ്മളെ പോലീസ് തന്നെ പിടിച്ചു കേട്ടോ, നമുക്കല്ലേ പോലീസ് പൈസക്ക് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് ആർജവം ഉണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ തരില്ല, എന്തിനു നിനക്ക് പൈസ തരണം എന്ന് ചോദിക്കണം. പക്ഷെ അത് പബ്ലിക് ആയാൽ, അഥവാ അദ്ദേഹത്തിന്റെ നാട്ടിലോ പബ്ലിക്കിലോ അദ്ദേഹത്തിന്റെ ഫാമിലിയോ എത്തിയാൽ അദ്ദേഹത്തിന്റെ ഇമേജ് വേറെ വരും. കാരണം അത്രയും ഇമേജ് അവിടെ ഉണ്ടാവും സമൂഹത്തിന് മുമ്പിലും ഫാമിലിയുടെ മുമ്പിലും. അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനെ വലിയ ആളായിട്ടൊന്നും ചിത്രീകരിക്കണ്ട. ഇദ്ദേഹവും ഈ പോലീസുകാരും എല്ലാം ഒരേ രൂപത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് എന്റെ ഒരു ഊഹത്തിൽ മനസ്സിലാവുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഫാമിലിയോട് കാര്യം പറഞ്ഞാൽ പോരെ. ഞാൻ മസാജ് സെന്ററിൽ പോയി ബാലകൃഷ്ണൻ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരാൾ ബാറിൽ പോകുന്നു, ചിലപ്പോൾ അവരുടെ വീട്ടിൽ അറിയില്ലായിരിക്കും അയാൾ മദ്യപിക്കും എന്നുള്ളത്. അയാൾക്ക് ബാറിൽ പോകുന്നത് വീട്ടിൽ അറിയുന്നത് ചിലപ്പോൾ അയാളുടെ പ്രതിച്ഛായ ബാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതുപോലെ അയാൾ മസാജ് സെന്ററിൽ പോയത് അയാൾ നിയമപരമായ ഒരു സ്ഥലത്താണ് പോയത്. അയാൾ ഏതെങ്കിലും നിയമം ലംഘിച്ച് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലല്ല ഏർപ്പെട്ടത്. അല്ല, നിയമപരമായി ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ പോയി ഇറങ്ങുന്ന ഒരു കക്ഷി എന്തിന് പോലീസുകാരനെ ഭയപ്പെടണോ? എന്തിന് പണം പാരി കൊടുക്കണോ? അതല്ലേ പറഞ്ഞത്. അയാളുടെ ഭാര്യയെ വിളിച്ചറിയിക്കും. അയാൾക്ക് ചിലപ്പോൾ ആ തരത്തിൽ ഭയം അന്നുണ്ടായിരുന്നിരിക്കും, പിന്നീടായിരിക്കും അത് മാറിയത്. അതൊക്കെ പല മനുഷ്യർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഭയപ്പെടണമെങ്കിൽ അതിലെന്തോ ക്രമക്കേടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. താങ്കൾ സപ്പോർട്ട് ചെയ്ത് അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ അഭിപ്രായം വ്യക്തമായി പറ, ഇവർ രണ്ട് കൂട്ടരും കൂടി പോലീസും ഇതുവരെ നടത്തുന്നവർ പരാതി നൽകിയത് ആ CPO തന്നെയാണ് പരാതി നൽകിയത്. ഇപ്പോൾ അല്ല, പരാതിയൊക്കെ നൽകും. ഞാൻ പറയുന്നത് ഈ കുബേരപുത്രന്മാർ പല സ്ഥലത്തും അങ്ങനെ അടിച്ചു പൊളിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും കാര്യം നമ്മൾ പാവപ്പെട്ട ഒരു വിഷയമൊന്നുമല്ല. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ബാലകൃഷ്ണൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശ്രീ സലീമാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ സലീം, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് തൊട്ട് മുന്നേ ബാലകൃഷ്ണൻ പറഞ്ഞ അതേ സെയിം അഭിപ്രായം തന്നെ എനിക്കും പറയാനുള്ളത്. ഒന്നാമത് ഇതുപോലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതും ഏതൊരു സർക്കാരും ഇടതുപക്ഷമല്ല വലതുപക്ഷം ഏതൊരു സർക്കാരുമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ല, ബാലകൃഷ്ണൻ പറഞ്ഞത് ഈ പരാതി ഇപ്പൊ കൊടുത്ത പോലീസുകാരനും കുഴപ്പക്കാരനാണെന്നാ പറഞ്ഞത്. അതെ, അതുപോലത്തെ ആള് സർവീസിൽ വെക്കാൻ പാടില്ല. അവരുടെ അല്ല, ഈ പരാതി കൊടുത്ത പോലീസുകാരൻ ഇതിനകത്ത് എന്താ? അയാൾ എന്തെങ്കിലും അഴിമതി കാണിച്ചോ? ഇല്ലല്ലോ. അയാൾ പരാതി കൊടുക്കുകയല്ലേ, അയാളുടെ കയ്യിൽ നിന്നല്ലേ പണം തട്ടിയെടുത്തത്. അതെ, അയാൾ എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യനെ പേടിച്ചിട്ട് ഇതുപോലെ പോകാൻ ധൈര്യമില്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് യോഗ്യത വ്യക്തിക്കുള്ളത്? അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രീ സലീം? അങ്ങനെ നാട്ടിലൊക്കെ ഏതെല്ലാം തരത്തിൽ ആളുകളെ ഭയപ്പെടുത്തും. ഏതെങ്കിലും ഒക്കെ നാട്ടിൽ ഏതെങ്കിലും സ്ത്രീക്കും പുരുഷനും തമ്മിൽ പ്രേമം ഉണ്ടെങ്കിൽ ആ പ്രേമം വരെ പറഞ്ഞ് ആളുകൾ ഇത് നാട്ടുകാരോട് പറയും, വീട്ടുകാരോട് പറയും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യാറില്ല. അങ്ങനെ എന്തെല്ലാം തരത്തിൽ ആളുകളെ ഭയപ്പെടുത്തി ആളുകൾ പണം വാങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അതിന് സിമ്പിളായിട്ടുള്ള ഒറ്റ ഭയപ്പെടുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള അങ്ങനെയൊക്കെ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പെട്ടുപോകില്ലേ? അപ്പോൾ അവരെയൊക്കെ പറ്റിക്കാൻ ഒരു പോലീസുകാരൻ നിൽക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണോ അവരൊക്കെ ചെയ്യുന്നത്? ഇത് പോലീസുകാർ മാത്രമല്ല, പോലീസുകാരൻ ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ മതി. ഏതൊരു വ്യക്തിക്കും ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ. പോലീസുകാരെ മാത്രമല്ല, സ്വന്തം അയൽവാസിക്ക് വേണമെങ്കിൽ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാം. അങ്ങനെയൊക്കെ എത്ര ആളുകൾ ചെയ്യുന്നു. ഓരോ ആളുകളുടെ ചില രഹസ്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അത് പറഞ്ഞ് പേടിപ്പിച്ച് പണം വാങ്ങുകയും അവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്തുകയും, എന്തിന് പലപ്പോഴും സ്ത്രീകളെ അടക്കം പലരും ചൂഷണം ചെയ്യുന്നതൊക്കെ അങ്ങനെ ചില ചിത്രങ്ങൾ കാണിച്ചും ഒക്കെ അല്ലേ? അങ്ങനെയൊക്കെ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിലെല്ലാം ഇരയാക്കപ്പെടുന്നവർ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് ധൈര്യസമേതം പ്രതികരിച്ചുകൂടായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചില മനുഷ്യർക്ക് അങ്ങനെ എല്ലാവരെയും പോലെ പ്രതികരിക്കാനൊന്നും കഴിയില്ല. അവരുടെ ചില ദൗർബല്യങ്ങളോ വിഷയങ്ങളോ ഒക്കെ കാണും പ്രതികരിക്കാതിരിക്കാൻ. ഏതായാലും അയാൾ ഇത്രയും ധൈര്യമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ പിന്നീട് ധൈര്യം എടുത്തിട്ടാണല്ലോ ഇയാളെ കുറിച്ച് അന്വേഷിക്കുകയും ഇയാൾ ഇങ്ങനെ സ്ഥിരമായി തട്ടിപ്പടുത്തുനിന്ന് കണ്ടെത്തുകയും അതിനുശേഷം പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. ഒരാൾ ഒരു കാലത്ത് അയാൾക്ക് ധൈര്യമില്ലായിരുന്നു, പിന്നീട് അയാൾ ധൈര്യം സംഭരിച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിൽ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം അയാളെ കൂടെ കുറ്റം പറയുകയാണ് വേണ്ടത്. അയാളെ കുറ്റം പറയുന്നല്ല, അയാൾ ധൈര്യം കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞോളൂ. അയാൾ ധൈര്യം കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ പരാതി കൊടുത്തോണ്ടാണ് അറിഞ്ഞത്. അല്ല, പോലീസുകാര് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ അഴിമതി കാണിക്കുന്നുണ്ടെന്ന് നോക്കി അവർ കണ്ടെത്തി വെച്ചതൊന്നുമല്ല. ഒരു പരാതിക്കാരൻ ഉണ്ടായതുകൊണ്ട് മാത്രം കണ്ടെത്തിയതാണ്. നമ്മുടെ ചോദ്യം അത് തന്നെയാണ്. ഒരു പരാതിക്കാരൻ വരുന്നതിന് മുമ്പ് ആ സ്റ്റേഷനിലെ മറ്റ് പോലീസുകാർ അറിയണ്ടേ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഇയാൾ ഈ ഞങ്ങളുടെ മുന്നിൽ വരുന്ന കള്ളന്മാരെക്കാൾ വലിയ തട്ടിപ്പ് നടത്തുന്നവനാണ്, ആ തട്ടിപ്പ് നടത്തുന്നവനെ ആദ്യം കൊടുക്കണമെന്ന് അറിയണ്ടേ? ആ ഒരു ധാർമ്മിക ബോധം അവർക്ക് വേണ്ടേ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. പോലീസുകാരൻ എന്ന് പേരുന്ന പരം ഒരു വ്യക്തി എന്ന് പേരുന്നതാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ ശ്രീ സലീം? വ്യക്തി ഒരു സാധാരണ വ്യക്തിക്കുള്ള സാധാരണ വ്യക്തി ചെയ്യുന്നത് പോലെയാണ് ഒരു പോലീസുകാരൻ ചെയ്യുന്നത്. ഇത് അതെ ഞാൻ പറഞ്ഞ പോലീസ് എന്നുള്ള ആ ഒരു സംബന്ധം മൊത്തം ചാർത്തി കൊടുക്കേണ്ടത്. പോലീസ് അയാളൊരു വ്യക്തി. ശ്രീ സലീം, എന്റെ ചോദ്യം അങ്ങനെയല്ല. സലീം ഒരു തട്ടിപ്പ് നടത്തുന്ന പോലെയാണോ നിങ്ങളുടെ നാട്ടിലെ SI ഒരു തട്ടിപ്പ് നടത്തുന്നത്?
സലീം തട്ടിപ്പ് നടത്തിനേക്കാൾ കൂടുതൽ വ്യാപ്തിയുണ്ട് എസ് ഐയുടെ തട്ടിപ്പിന്. കാരണം അവർക്ക് ഈ അതുണ്ട്, നാട്ടിൽ തീർച്ചയായിട്ടും. തട്ടിപ്പ് നടത്തരുത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അതിന് യാതൊരു ജയം കൂടാത്ത നടപടികൾ എടുക്കണം. അത് പിന്നെ അതിനാരെ വേണ്ടപ്പെട്ടവരെ ചെയ്തോളും. പക്ഷെ ഇതൊരു പൊതുവിഷയം അല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതെന്താണ് ഒരു പൊതുവിഷയമാവാത്തത്? കാരണം ഇതൊരു എന്തൊരു സിവിൽ കേസ് സമാനമായി എത്ര തട്ടിപ്പുകൾ കേരളത്തിൽ നടക്കുന്നു. കേസ് എടുക്കുമെന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പോലീസുകാർ കൂടി ഇടപെട്ട്, ഗുണ്ടകൾ ഇടപെട്ട്, ഇടനിലക്കാർ ഇടപെട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം തട്ടുന്ന എത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്നല്ല എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നു. പക്ഷെ അത്തരം പോലീസുകാർ നമ്മുടെ സേനയിൽ ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ശക്തമായ നടപടി എടുക്കേണ്ട വേണം. പിന്നെ ഇതുപോലുള്ള ആൾക്കാർക്ക് മോട്ടിവേഷൻ അല്ല, പിന്നെ മോട്ടിവേഷൻ കൊണ്ട് വല്ലതും തുടങ്ങിയാലും നന്നായി. ഇങ്ങനെ ധൈര്യമില്ലാതെ മെസ്സേജ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി. ശരി, മോട്ടിവേഷൻ. ശരി സലീം. ശ്രീ വിജയകുമാർ എന്നാണ് പട്ടാമ്പിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയകുമാരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നിയമമൊക്കെ സംരക്ഷിക്കേണ്ട ആളുകളൊക്കെ ആളുകളുടെ ദൗർബല്യം മുതലെടുത്ത് തട്ടിപ്പ് നടത്തുക, ആ തട്ടിപ്പ് സ്ഥിരമായി കൊണ്ടു നടക്കുക, ഇപ്പോൾ ഒടുവിൽ പിടിക്കപ്പെട്ടു. എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഇനി കുറ്റകൃത്യങ്ങൾ ഇതൊക്കെ ആയിട്ട് കുറെ അധികം പോകണ്ട. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കണം. കൗൺസിലിംഗ് ഒക്കെ ജനങ്ങളുടെ ഇടയിലും ഔദ്യോഗിക പോലീസുകാരുടെ ഔദ്യോഗികതയൊക്കെ വേണം. അത് സ്ഥിരം കുറ്റവാളികളും പറ്റിയിട്ടിരിക്കുകയുള്ളൂ. അപ്പൊ എന്റെയൊക്കെ അഭിപ്രായത്തിൽ ഞാൻ കുറ്റവും ശിക്ഷയില്ലാത്ത വ്യവസ്ഥ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. കുറ്റവും ശിക്ഷയില്ലാത്ത വ്യവസ്ഥ അത് ഏറ്റവും ടോട്ടലിസ്റ്റ് ആയിട്ടുള്ള ഇതായിട്ട് വരിക. അത് അധികം കാലം വരുന്നതിന് മുമ്പ് തന്നെ അത്തരം പ്രവർത്തനം വരുന്നത്. അപ്പൊ അനേക പാർട്ടികൾ CPM പോലുള്ള പാർട്ടികൾ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റവും കുറ്റവും ശിക്ഷയും ഇല്ലാത്ത വ്യക്തിയാണ് നമുക്ക് ആവശ്യം. ഇപ്പൊ ഈ ഇഷ്ടംപോലെ കള്ളക്കേസുകളൊക്കെ ധാരാളം വരുന്നത് അതൊക്കെ ശരിക്കും ഏറ്റവും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കുക, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. സൈറ്റിലേക്ക് കടക്കും മുമ്പ് നമുക്ക് 1-2 യൂട്യൂബ് കമൻറ്റുകൾ കൂടി വളരെ വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. സൈറ്റ് ദയവായി ഒരു മിനിറ്റ് തുടരുക. ഷിജു കിരിയത്ത് പറയുന്നു, ലോട്ട്സ് ഓഫ് ഫേസ്ബുക്ക് ആഡ്സ് റിലേറ്റഡ് ടു സ്പാ, ഇറ്റ് ഈസ് ടു ടെംപ്റ്റഡ് എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെയൊക്കെ ഫേസ്ബുക്ക് ആഡുകളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ടെംപ്റ്റേഷൻ ഉണ്ടാവണോ വേണ്ട എന്നൊക്കെ ഓരോരുത്തർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ശ്രീദേവി പറയുന്നു, ഇതിനു മുമ്പ് എത്ര പേരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെന്ന് അന്വേഷിക്കണം. അത്തരമൊരു അന്വേഷണമാണ് ഇപ്പോൾ ശ്രീദേവി നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനമായി ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഇയാൾ പണം തട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകില്ല, തലപ്പത്തിരിക്കുന്ന ഒരുത്തനെയും ആത്മാർത്ഥയുണ്ടെങ്കിൽ ഈ നാട് എന്നെ നന്നായെന്ന് സുൽകുമാർ പറയുന്നു. സിസ്റ്റത്തിൻ്റെ പരാജയം തന്നെയാണ്. ഇത്തരക്കാരൊക്കെ കുറവാണെങ്കിൽ പോലും അത്തരം കുറച്ച് ആളുകളെങ്കിലും ഇതിൽ തുടരുന്നത് സിസ്റ്റത്തിൻ്റെ പരാജയം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല സുൽകുമാർ. ഷിജു കിരിയഫ് പിന്നീട് ഗൗതം പറയുന്നു, ഈ വിഷയത്തിലും പിണറായി എന്താണ് തെറ്റ് ചെയ്തിട്ടുള്ളത്? അസംബന്ധം എഴുന്നള്ളിക്കുന്നവർ അസംബന്ധം എന്ത് വിട്ടിത്തമാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു. ശ്രീ ഗൗതം, അങ്ങനെയല്ല. പിണറായി അദ്ദേഹം പറഞ്ഞ ടോണിലാണ് തെറ്റ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഏത് തരത്തിൽ ഏത് കുറ്റമുണ്ടായാലും പിണറായിക്കല്ല ഏത് ആഭ്യന്തരമന്ത്രിക്കായാലും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. അത് ആ തരത്തിൽ പറയണം. അദ്ദേഹം അതല്ല ഈ പിണറായിയുള്ള കാലത്ത് മാത്രമാണ് ഇതുണ്ടായതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് എതിരായി പറഞ്ഞത്. അല്ലാതെ ഉത്തരവാദിത്തം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ ചെയ്യുന്ന പലതരം കൊള്ളരുതൽ ഒരു ഐറ്റം എന്ന് ശ്രീദേവി പറയുന്നു. അത് ശരിയാണ്. ആ ചോദ്യം അയാൾ കേൾക്കില്ല, കിരൺ ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഗൗതം. എനിക്ക് മനസ്സിലായില്ല ഗൗതം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. എല്ലാ പോലീസുകാരെയും ആ പോലീസ് തെറ്റ് ചെയ്ത് അദ്ദേഹത്തിന് മാത്രമായി പറയണം. നാട്ടിൽ നല്ല പ്രവർത്തനം നടന്ന കേരള പോലീസ്. ഗൗതം, ഇതൊക്കെ ഈ ഒരു എഴുതുമ്പോൾ നമ്മളിവിടെ എഴുതി പറഞ്ഞതെല്ലാം എല്ലാ പോലീസുകാരെയും കുറ്റം പറഞ്ഞ എവിടെയെങ്കിലും പറഞ്ഞോ? ഗൗതത്തിന് അന്ധമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതിനുവേണ്ടി എന്തും എതിരായി എഴുതുക, അങ്ങനെയല്ല. ഞങ്ങൾ കൃത്യമായി തന്നെ തുടക്കത്തിൽ മുതൽ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ്. പ്രേക്ഷകരടക്കം പറഞ്ഞു, പ്രേക്ഷകർക്ക് കേരളത്തിലെ പോലീസ് സേന ആകെ കുഴപ്പമാണെന്നല്ല പറയുന്നത്. പക്ഷേ കേരളത്തിലെ പോലീസ് സേനയിൽ ഇത്തരം പുഴുക്കുത്തുകളുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കാതെ അത് പോലീസ് സേനയ്ക്കെതിരെ പറയുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ന്യായീകരിക്കുന്ന ആളുകളാണ് എല്ലാ കാലത്തും ഏത് പാർട്ടിക്കാലും ബാധ്യതയായി നിൽക്കുന്നത് എന്നതുകൂടി ഗൗതമിനെ പോലുള്ള ആളുകളൊക്കെ ഓർക്കണം. ശ്രീ ഗൗതം, ഇങ്ങനെ പറയേണ്ടി വരുന്നത് താങ്കൾ നിരന്തരം ഈ തരത്തിലേക്കുള്ള വാദഗതികൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. താങ്കൾക്ക് അന്തസ്സായി താങ്കളുടെ രാഷ്ട്രീയ വാദഗതികൾ ഉന്നയിക്കാം. അതിന് പകരം ഇത്തരം ന്യായീകരണങ്ങളല്ല വേണ്ടത്. ഞങ്ങൾ ഒരാളും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന മട്ടിലല്ല പ്രതികരിക്കേണ്ടത്. കുഴൽപ്പണം തട്ടി വീതം വെക്കുന്നു, സർവത്ര കൊള്ള തന്നെ, കാലിത്തീറ്റ എന്ന് പറയുന്നു. ശ്രീ പ്രമോദ് നാണുവാണ് പറയുന്നത്. മറ്റേതൊക്കെ ഗോളാന്തരം ആണ് കുറേ എഴുതിയിരിക്കുന്നത്. ഗോളാന്തരം ചില മോശപ്പെട്ട കമൻറ്റുകളൊക്കെ കൂടി അതിൽ എന്തൊക്കെയോ അതിനടുത്ത് കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ. സുനിലെ, ആന്ധ്രാപ്രദേശിൽ ശബരിമലയെപ്പറ്റി അവിടെ പോയ അയ്യപ്പ ഭക്തന്മാർ മോശമായ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് അറിഞ്ഞിരിക്കുമല്ലോ.
മറ്റേ അതും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുണ്ട്. ശബരിമലയിൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന മട്ടിലൊക്കെ ചില ആന്ധ്രയിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തന്മാർ പറഞ്ഞു പരത്തുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ഇത് അവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അത്തരം ആളുകളും വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് സജിത്തിലേക്ക് തന്നെ പോകാം. സജിത്ത്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇത്തരം പുഴുക്കുത്തുകൾ സേനയിൽ ഉണ്ടായിരിക്കുന്നത്? സേനയ്ക്കാകെ നാണക്കേടാണ്. ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ഇത്തരം ആളുകൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയും വേണ്ടേ? നമസ്കാരം. നമസ്കാരം സാർ, ഇത് ആദ്യം ഞാൻ ഒരു ന്യൂസ് ചാനൽ വെക്കുമ്പോൾ ആദ്യം കാണുന്ന ചാനൽ നിങ്ങളുടെ ഈ ചാനലാണ്, News 18 ആണ്. ശരി. അതിനാദ്യം ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. കാര്യം സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു നടക്കാൻ പാടില്ലാത്ത ചില പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നടന്ന പ്രാദേശികമായിട്ടുള്ള പ്രശ്നമായിരുന്നാലും നമ്മുടെ സംസ്ഥാന അന്തരീക്ഷത്തിലുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് ആദ്യം കൊണ്ടുവരുന്ന News 18 ചാനലാണ്. ഇതിലിപ്പോ മോള് ഒരുപാട് പ്രാവശ്യം ഈ ഫോണ് കണക്ട് ചെയ്യുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കണക്ഷൻ കിട്ടിയത്. അപ്പൊ ഇത് സാർ, ഇത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും മസാജിങ് സെന്റർ ട്രിവാൻഡ്രം കേന്ദ്രീകരിച്ചും പല ജില്ലകളിലും ഇങ്ങനെ നടത്തി പോകുന്നുണ്ട്. പക്ഷെ അത് മറ്റു പലരുടെയും ജീവിത മാർഗമാണ്. അതിനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. പക്ഷെ സ്വാഭാവികമായിട്ട് ഇതിന്റെ മറവിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതും അതാത് മേഖലകളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ, ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ല പല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അതിൽ പ്രവർത്തിക്കുന്ന വക്താക്കളോ ആവാം. പിന്നെ അതിനുപരി ഈ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഇഷ്യൂ വരുമ്പോൾ ആ ഏരിയയിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷനിലുള്ള പല വ്യക്തിത്വങ്ങൾക്കും ഇതിന്റെ പ്രശ്നങ്ങൾക്കും ഇഷ്യൂസും അറിയാതിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു ഇഷ്യൂ വരുമ്പോൾ അത് മീഡിയ ലെവലിൽ വന്നിട്ട് ഈ ഒരു ഇഷ്യൂ വീണ്ടും അവിടെ ഒരു ദിവസത്തെ ചർച്ചയോ കാര്യങ്ങളോ കഴിഞ്ഞ് അതങ്ങ് കഴിഞ്ഞു പോവുകയാണ്. വീണ്ടും അടുത്ത വിഷയം വേറൊരു വിഷയം വരുമ്പോൾ ഇതങ്ങ് മാഞ്ഞു പോവുകയാണ്. അങ്ങനെയല്ല. സ്വാഭാവികമായിട്ട് ഇതിലൊരു തെറ്റ്, ഒരു കുറ്റം, ഒരു കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് മീൻസ് നമ്മുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടാകണമെന്നാണ് എന്റെ പ്രധാനമായിട്ടുള്ള ഒരു സജഷൻ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് സഹിത. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. താങ്കൾ ഉന്നയിച്ച വിമർശനമൊക്കെ ശരിയാണ്. ഇതിൽ വലിയ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ അതിലേക്ക് പോകും. പലപ്പോഴും മറ്റേതിന്റെ ഫോളോ അപ്പ് ചിലപ്പോൾ വിട്ടുപോകാറൊക്കെ ഉണ്ട്. പല വാർത്തകളിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ ഓർത്ത് വീണ്ടും മാധ്യമങ്ങൾ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന പതിവും ഉണ്ടായിട്ടുണ്ട്. വിട്ടുപോയ സംഭവങ്ങളുമൊക്കെ ഉണ്ട്. ആ വിമർശനങ്ങളൊക്കെ അങ്ങനെ വിട്ടുപോകാതെ തിരുത്തേണ്ടതൊക്കെ ആയ വിഷയങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. രാജേഷാണ് പയ്യന്നൂരിൽ നിന്ന്. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് കേരള പോലീസിലെ ചില പുഴുക്കുത്തുകൾ? ഈ സേനയിൽ അന്തസ്സായി പണിയെടുക്കുന്ന മഹാഭൂരിപക്ഷത്തിനും നാണക്കേടല്ലേ ഇവരൊക്കെ? ഇവര് നാണക്കേടാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഈ അവയവ ഡൊണേഷൻ ചെയ്യുന്ന ഇത് വന്നതെന്ന് വെച്ചാൽ അടുപ്പിച്ച് 2-3 വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ എല്ലാവരും ബോധവൽക്കരണമായി അവയവം ദാനം ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഇവരെ അടുപ്പിച്ച് ഡിസ്മിസ് ചെയ്യുക, പിരിച്ചുവിടുക പോലീസുകാർ. ഇപ്പൊ ഇന്ന് തന്നെ ഒരു വന്നിട്ടുണ്ട്, ബത്തേരിയിൽ കുഴൽപ്പണം പിടിച്ചപ്പോ അതിലെ പ്രതി രക്ഷിക്കാൻ പറഞ്ഞത് ഒരു പോലീസുകാരനോടാണ്. അപ്പൊ ഇവരെ ഇങ്ങനെയുള്ള കേസുകൾ ഒരു 1.5 വിട്ടില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് മാധ്യമങ്ങളിലൂടെ കൊണ്ടുവന്ന് ഇവരെ ഡിസ്മിസ് ചെയ്യുക. അപ്പം ഇവരുടെ ശ്രദ്ധയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്കൊരു പേടിയാവും. ഇതിപ്പോ വർഷത്തിലൊന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അത് തിരിച്ചെടുക്കുന്നു, അതല്ല വേണ്ടത്. ഡിസ്മിസ് ചെയ്യുക, അടുപ്പിച്ച് തന്നെ വിടുക. ഇവർക്കൊരു പേടി വരിക. പിന്നെ ഞാനിതിൽ ഇതേപോലെ തന്നെ ഈ മൊബൈൽ ആപ്പിലൂടെ ഞാൻ ഈ സ്പായിൽ ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ച് ഞാൻ അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, വന്നു സാർ, ഒരാളാണെങ്കിൽ 2,500 രൂപ, രണ്ടാളാണെങ്കിൽ 5,000 രൂപ വന്നു. ഞാനൊക്കെ പോയിരുന്നത് എന്റെ കിഡ്നി ഓടി കൊടുക്കേണ്ട അവസ്ഥ വന്നാണ് ഈ ഇവന്മാരുടെ അടുത്തൊക്കെ പോയിട്ടില്ല. പോയില്ലേ? ഇല്ല, ഞാൻ പോയില്ല സാറ്. ഇപ്പൊ പോയിരുന്നെങ്കിൽ എന്റെ കിഡ്നി പോയാനത്. ഇതെല്ലാം അവസ്ഥ. നമുക്കൊന്നും ഇത് 5 ലക്ഷം 10 ലക്ഷം ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് ഇത് പോയാനെ. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നവരും ഇതിന്റെ മറവിൽ ഒരുപാട് സംഭവം ഉണ്ട് സാറേ. ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. കേരളത്തിൽ ഈ ലൈംഗിക തൊഴിലാളികളെ ലൈസൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല, കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണ്. അല്ലെ? എന്നിട്ടും എറണാകുളത്ത് ഏരിയയിൽ അവിടെ എല്ലാം ഈ സംഭവം ഉണ്ട്. നമ്മൾ ഇന്നലെ തന്നെ ഒരു വാർത്ത കേട്ടാണ്, ഒരു ലൈംഗിക തൊഴിലാളിയെ വീട്ടിൽ കൊണ്ടുവന്ന് കൊന്നു, അല്ലെ? അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരാള് കൊന്നായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഈ പോലീസുകാർ എന്ത് ചെയ്യുകയാണ്, സർക്കാർ എന്ത് ചെയ്യാണ്? ഇതെല്ലാ ബസ് സ്റ്റാൻഡുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ലൈംഗിക തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ലോഡ്ജുകളും അവിടെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പം ഈ പോലീസുകാരും സർക്കാരും എന്താണ് ചെയ്യുന്നത്? ഇവരെയൊക്കെ ഒന്നെങ്കിൽ പുനരധിവസിക്കണം,
ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്. അതിദാരിദ്ര്യമായി ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടായിരിക്കല്ലോ ഈ പരിപാടി ചെയ്യുന്നത്. ദാരിദ്ര്യമുക്തമായ കേരളത്തിൽ ഇങ്ങനത്തെയൊക്കെ അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. അപ്പൊ പോലീസുകാര് ഇതിനൊക്കെ നടപടിയെടുക്കണം, ഗവൺമെന്റ് നടപടിയെടുക്കണം. നമുക്ക് ഓരോ ദിവസം കേൾക്കുകയാണല്ലോ, രാത്രിയൊക്കെ ടൗണിൽ പോയി കഴിഞ്ഞാൽ ഈ ലൈംഗിക തൊഴിലാളിയാണ്. നമുക്ക് കേരളത്തിൽ അങ്ങനത്തെ ഒരു നിയമമോ ഒന്നുമില്ല, മഹാരാഷ്ട്രയിലൊക്കെ ഉള്ളൂ. ഇവിടെ അതില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ സ്ത്രീകൾ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഏത് സ്റ്റാൻഡിലും പോയി നോക്കാം, ഇങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഇത് അറിയാത്തതല്ല. അപ്പൊ നടപടി എടുക്കുക. പോലീസുകാർ അതിന്റെ ചുറ്റും ഇറങ്ങുന്നില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ പോലീസുകാർ നാളെ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യൂലേ സാറേ? നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യും നാളെ അവരെ കൂടെ നിന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനത്തെ കേസുകളെ ഡിസ്മിസ് ചെയ്യുന്നതായിട്ട് മാധ്യമങ്ങളിലൂടെ ചെയ്യുക. അപ്പോഴേ ഇവർക്ക് പേടി വരുള്ളൂ. ഇതൊരു ഒരാളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ മറ്റവർക്കൊന്നും അറിയുന്നില്ല. ഒരു മാസത്തിലൊന്ന് അവന്റെ തെറ്റല്ലേ, അത് കുഴപ്പമില്ല. പക്ഷെ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പബ്ലിസിറ്റി നല്ലോണം വരും. ശരി, ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്ന്. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പോലീസുകാരനെതിരെ മറ്റൊരു പോലീസുകാരൻ അയാൾ പറ്റിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് പണം നഷ്ടപ്പെട്ട് മാനം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അയാൾ തുടർച്ചയായി അന്വേഷണം നടത്തിയാണ് അവസാനം കണ്ടെത്തിയത് ഈ SI ഇങ്ങനെ സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്ന ആളാണെന്ന്. അങ്ങനെ അയാൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റൊക്കെ നടക്കുന്നത്. പക്ഷേ അയാൾ എത്രയോ കാലം സർവീസിൽ തുടർന്ന ആളാണ്. ഈ വലിയ ഇന്റലിജൻസ് സംവിധാനവും മറ്റേതും മറിച്ചതും ഒക്കെ ഉള്ള പോലീസ് സേനയാണ്. പക്ഷേ അവർ കൂടെ നിൽക്കുന്ന ഒരു കാക്കിക്കാരൻ ഇത്ര വലിയ തട്ടിപ്പ് നടത്തുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? ഞാനൊരു കാര്യം പറയാം. കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്. താങ്കളാണോ കമന്റ് ഇട്ടത്? അതെ, താങ്കൾ കമന്റ് ഇട്ടതാണെങ്കിൽ ഞാൻ പറഞ്ഞത് താങ്കൾക്കുള്ള കൃത്യമായ മറുപടിയാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു കേൾക്കൂ. താങ്കൾ ആ കമന്റിൽ തന്നെ പറഞ്ഞോളൂ. ചില കുറെ ആൾക്കാർ ഫോൺ വിളിച്ചിട്ടാകുമ്പോൾ പോലീസിനെ ആകെ അടച്ചാക്ഷേപിക്കുന്നത് കണ്ടു. പോലീസിനെ അടച്ചാക്ഷേപിച്ച് ഇവിടെ ശ്രീ ഗൗതം, പോലീസിനെ അടച്ചാക്ഷേപിച്ച് ഇവിടെ ഒരാൾ പോലും സംസാരിച്ചില്ല. താങ്കൾക്ക് തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാം. പോലീസിനെ ആക്ഷേപിച്ചല്ല പറഞ്ഞത്. ഇവിടെ അവതാരകനായ ഞാനോ അല്ലെങ്കിൽ വിളിച്ച പ്രേക്ഷകരും എല്ലാം പറഞ്ഞത്, പോലീസിൽ വിമർശിച്ചവരൊക്കെ പറഞ്ഞ പോലീസ് സേനയിലെ ഭൂരിപക്ഷം പേര് കൊള്ളാവുന്ന ആളുകളാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരാളും കേരളത്തിലെ പോലീസ് ആകെ മോശമാണെന്ന് ഒരാൾ പോലും ഇതുവരെ കമന്റ് പറഞ്ഞില്ല. പക്ഷേ രാഷ്ട്രീയമായി എതിർപ്പ് പറഞ്ഞു. അതിന്റെ പേരിൽ താങ്കൾ ഇങ്ങനെയൊക്കെയാണ് കമന്റ് പറയുന്നത് താങ്കൾ അങ്ങ് സ്ഥാപിച്ചാൽ മതിയോ? അതെങ്ങനെയാണ് താങ്കൾ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? ഏത് കമന്റ് വെച്ചിട്ടാണ്? താങ്കൾക്ക് യൂട്യൂബിലെല്ലാം ലഭ്യമാണ്. എടുത്തു ഇന്ന ആൾ പറഞ്ഞ കമന്റ് മൊത്തം പോലീസ് സേനയെ ആക്ഷേപിച്ചു. അതിന് പോലീസ് സേനയെ ആക്ഷേപിച്ച ഒരാൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? കേരളത്തിലെ പോലീസ് സേനയെ ആക്ഷേപിക്കാൻ വകയില്ലേ? അവകാശമില്ലേ? പറയുന്നത് കേൾക്കൂ. താങ്കൾ പറയുന്നത് കേൾക്കൂ. താങ്കൾ പോലീസുകാരെ എല്ലാവരെയും ആക്ഷേപിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആരാക്ഷേപിച്ചു? ഇതിനകത്ത് ഏത് പ്രശ്നമാണ് ആക്ഷേപിച്ചത്? പറയൂ, ആരാക്ഷേപിച്ചു എന്ന് പറ. തെറ്റ് ചെയ്തത് ആക്ഷേപിക്കാൻ ശ്രീ ഗൗതം, അത് ആരാക്ഷേപിച്ചു എന്ന് പറ. താങ്കൾ ഈ പരിപാടിയിൽ ആരാണ്, ഏത് പ്രേക്ഷകരാണ് വിളിച്ചപ്പോൾ പോലീസ് സേന ആകെ മോശമാണെന്ന് പറഞ്ഞത്? പറയൂ, പേര് പറയൂ. ഞാനൊരു കാര്യം പറയട്ടെ എന്നാ. പിണറായിയെ എന്തിനാണ് ഇതിൽ കുറ്റപ്പെടുത്തുന്നത്? എന്താ പിണറായിയെ കൂട്ടിയുടെ? ഈ നാട്ടിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ ആളുകൾക്ക് പറഞ്ഞൂടെ? പോലീസ് സേനയിൽ വീഴ്ച ഉണ്ടായാൽ ഉത്തരവാദി പിണറായി ആണെന്ന് പറഞ്ഞുകൂടെ? അതിനെന്താ കുഴപ്പം? ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ. പോലീസ് സേനയെ ആകെ ആക്ഷേപിച്ചുകൊണ്ട് ആരാണ്, ഏത് പ്രേക്ഷകരാണ് സംസാരിച്ചത്? താങ്കൾ വ്യാജമായ കാര്യങ്ങൾ എഴുതി വെക്കുക, വ്യാജമായ കാര്യങ്ങൾ വിളിച്ചു പറയുക, എന്നിട്ട് അത് ആരാണെന്ന് ചോദിച്ചാൽ പറയാനുമില്ല. താങ്കൾ പേര് പറ, ആരാണെന്ന്. ശ്രീ ഗൗതം കേൾക്കാമോ? താങ്കൾക്ക് ശ്രീ ഗൗതം കേൾക്കാമെങ്കിൽ താങ്കൾ പേര് പറഞ്ഞോളൂ. അവസരം തരികയാണ്. ഗൗതം സംസാരിക്കുന്നില്ല, ലൈനിലുണ്ട്. ഞങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാം. ഗൗതം, ഒരാളും ഇത് പറയുന്നത് താങ്കളെ എല്ലാ ദിവസവും വിളിക്കുമ്പോഴൊന്നും താങ്കളെ പറയാൻ അനുവദിക്കുന്നതും ഈ കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നിർത്തുന്നതൊക്കെ ആളുകൾക്ക് അതിനെല്ലാമുള്ള അവകാശമുണ്ട്, അതെല്ലാം ചെയ്യും. പക്ഷേ നിരന്തരം ഒരാൾ തന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇവിടെ പറയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് താങ്കൾ സങ്കല്പിച്ചു കൂട്ടിയിട്ട് അതെല്ലാം താങ്കളാണ് ഈ കേരളത്തിലെ പിണറായി സർക്കാരിനെയും LDFനെയും രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള ധാരണയും താങ്കൾക്ക് വേണ്ട. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഏത് സർക്കാരിനാലും അത് ബാധ്യതയാണ്. താങ്കളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഒരാൾ പോലും ഈ പരിപാടിയിൽ പോലീസുകാരെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞില്ല. പക്ഷേ പോലീസുകാരിൽ മോശക്കാരുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അത് പറയും ആളുകൾ. അതിന് അസഹിഷ്ണുത താങ്കൾ പുലർത്തിയോണ്ട് കാര്യമില്ല. താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ ഇനിയും പറയാം, അവസരം തരികയാണ്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. താങ്കൾ കട്ട് ചെയ്തുള്ളൂ. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ പോലീസുകാർക്ക് ഇടയിൽ തന്നെ ഇത്ര വലിയ കൊടും ക്രിമിനലുകൾ അവരിങ്ങനെ നിരന്തരം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ ദൗർബല്യമൊക്കെ മുതലാക്കി. ആ തട്ടിപ്പുകാരെ നേരത്തെ തിരിച്ചറിയാൻ നമ്മുടെ സേനയിൽ കഴിയാതെ പോകുന്നത് സേനയ്ക്കാകെ നാണക്കേടല്ലേ? കിരൺ ഭായ് നമസ്കാരം. നമസ്കാരം.
രാഷ്ട്രീയ അടിമകൾക്ക് വേണ്ടി സമയം വേസ്റ്റാക്കരുത് കേട്ടോ. അങ്ങനെയല്ല ശ്രീ ബാലൻ, അത് ഓരോരുത്തരുടെയും അവർ പറയുന്നത് നമ്മൾ ഏത് രാഷ്ട്രീയത്തിന് അനുകൂലിച്ചു പറയാൻ നമ്മൾ ആർക്കാലും അവസരം കൊടുക്കാറുണ്ട്. പക്ഷേ തെറ്റായ കാര്യങ്ങൾ നിരന്തരം ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയേണ്ടി വരും. നമുക്ക് അത് ചില ബോധപൂർവമാണ് എന്നുള്ളതുകൊണ്ടാണ് തെറ്റാണെന്ന് പറയേണ്ടി വരുന്നത്. അല്ല, അതേ പറഞ്ഞ അതൊരു അടിമത്തുള്ള ഒരാളുകൾ ചെയ്തോട്ടെ, എല്ലാവർക്കും കമ്മിറ്റ്മെന്റ് ഉള്ളവരുണ്ടാവും. പക്ഷെ ഇത് എല്ലാത്തിനും ഇതിപ്പോ രാത്രി 12 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അതേ ആഞ്ഞ് നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 63,000-ഓളം വരുന്ന പോലീസിൽ ഒരു 10% ക്രിമിനലുകളാണെന്ന് സർക്കാർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്, വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്രിമിനലുകൾ ഇവിടെ എങ്ങനെ വളരുന്നെന്ന് ചോദിച്ചാൽ പുതിയ പിള്ളേര് വരുന്ന വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ശരിക്കും രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ ഡിവൈഎസ്കാർ വരുന്നുണ്ട്, KSUകാർ വരുന്നുണ്ട്, ഇവരൊക്കെ പുതിയ പിള്ളേരായിട്ട് വരുന്നുണ്ട്. അവർ കൈ കിട്ടുന്നവരെ അത്യാവശ്യം വേണ്ട രീതിയിൽ അടിക്കാനും കുത്താനും തരം നോക്കി വരുവാനൊക്കെ വരും. അതിന് മേലുള്ള ഒരു വർഗ്ഗമാണ് ഈ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ. ഈ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ഇപ്പൊ മണ്ണ് മാഫിയ, മണല് മാഫിയ, കോറ് മാഫിയ, മദ്യ മാഫിയ, മയക്കുമരുന്ന് മാഫിയ, എല്ലാ തരത്തിലും ഒരു കണക്ഷൻ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നു, എല്ലാതരം വൃത്തികേടും കൂട്ടിക്കുന്നു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ സർക്കാർ ഇതിന്റെ നടപടി എടുക്കാത്തതിന് മേലെ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു വാള് തൂങ്ങി കിടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ ഭരിക്കുന്നവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും സർക്കാർ ഒരു പക്ഷേ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, അവരെ ശരിക്കും പിരിച്ചുവിടണം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പിരിച്ചുവിട്ടുമ്പോൾ നമ്മൾ പറയുന്നത് സസ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുത്തിട്ടുണ്ടാവും. എന്തിന് നമ്മുടെ അജിത് കുമാർ കണ്ട് പമ്പയിൽ നിന്ന് ട്രാക്ടറിൽ കയറിയിട്ടാണ് ഇവിടെ സന്നിധാനത്തേക്ക് പോയത്. അജിത് കുമാറിന് അറിയാം അത് നിയമവിരുദ്ധാണെന്ന്. എന്നിട്ട് അത് വാർത്ത അയക്കുമ്പോൾ ആ ട്രാക്ടർ ഡ്രൈവറുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ മാല വെക്കണ പോലീസുകാര്, അല്ലെങ്കിൽ ഒഴി വെക്കണ പോലീസുകാര്, ആപ്പിൾ വെക്കണ പോലീസുകാര്, ഈ രീതിയിൽ കൂടെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ ശരിക്കും രാഷ്ട്രീയ ഒരു SP ആണ് താഴെ തട്ടിലുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ പേരിൽ മെസ്സേജ് വെച്ചുകൊണ്ട് ഇപ്പൊ അടുത്തുണ്ടായൊരു സംഭവമാണ്. ഇപ്പൊ ഞാൻ അമല ഹോസ്പിറ്റലിന്റെ അടുത്തോടെ അവിടെ പോകുന്നതാണ്. അവർ പേരാമംഗലം പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഒരു മേലുദ്യോഗസ്ഥന് വനിതാ ഒരു കോൺസ്റ്റബിളിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞ കേസ് കിടക്കുന്നത്. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ഈ സംഘടനാ ബലത്തിന്റെ മുകളിലാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഈ സംഘടന എന്ന് പറഞ്ഞ സംഘടന വിലയിൽ ഇവർ ഈ സർക്കാരുകൾ ചെയ്യുന്നതിനെല്ലാം കൂട്ടു നിൽക്കുമ്പോൾ സംഘടനാ നേതാക്കന്മാരെ ഇവർ ഒന്നും ചെയ്യില്ല. പേരിന് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പുകമറ കഴിഞ്ഞ് ഇന്നത്തെ ന്യൂസിന്റെ ഈ ബഹളം കഴിഞ്ഞാൽ നാളെ തിരിച്ചെടുത്തുണ്ടാവും. ഇതാണ് നടക്കുന്നത്. ഇതൊന്നും ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ സംഘടനാ സ്വാധീനം കുറയാതെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടൽ ഒഴിവാക്കാത്തത് ഒന്നും ഞാൻ കഴിയില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ബാലൻ. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ പോലീസുകാർക്കിടയിൽ കേരള പോലീസ് പല കാര്യത്തിലും മികച്ചു നിൽക്കുമ്പോഴും അവർക്കിടയിൽ ഇത്തരം പുഴുക്കുത്തുകൾ ഉള്ളത് അവർക്ക് നേരത്തെ തിരിച്ചറിയാനൊരു സംവിധാനം മറ്റ് സേനയോ ഒരു ഉദ്യോഗസ്ഥ പോലെയല്ല. പോലീസിൽ അങ്ങനെ കള്ളന്മാർ, ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അത് നാട്ടുകാർ പരാതി തന്നിട്ടല്ല അറിയേണ്ട, അതിനു മുമ്പേ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം പോലീസിൽ തന്നെ വേണം. അത് എന്തുകൊണ്ടാണ് നടക്കാതെ പോകുന്നത്? നമസ്കാരം സാർ. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്ക് ഇത്രയും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം രാഷ്ട്രീയ ഇടപെടലുകളുള്ള നേതാക്കന്മാരുടെ ശൃംഖലകളായി നടക്കുന്ന പോലീസുകാരാണ് ഇത്ര അക്രമം നടത്തുന്നത്. എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്ന രീതിയിൽ കൂടി രാഷ്ട്രീയക്കാർ അവരെ വരുതിയിൽ വരുത്തി നിർത്തും. ഇത്തരം പ്രവണതകൾ രാഷ്ട്രീയക്കാരെ ഒന്നായിട്ട് മാറ്റണം. എനിക്കറിയാവുന്ന പല കേസുകളുണ്ട്. എന്നിൽ വന്ന അനുഭവങ്ങളും ഞാൻ പറയാം. പോലീസുകാർ നല്ലവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. എന്നെ പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തൊഴിലാളിയാണ്. ഈ തൊഴിലാളി കത്തോളം ചേർന്നൊക്കെ ചെയ്യുന്നുണ്ട്. തൊഴിലാളി എന്റെ കൂടുതൽ പറഞ്ഞാൽ താഴെ പോയപ്പോൾ അതിന് സാക്ഷി പറയാൻ ചെന്ന ആദ്യമായിട്ട് എന്നെ പോലീസുകാര് മാറ്റി നിർത്തി. ഞങ്ങൾ പറയുന്നു ഒപ്പിട്ടു പോയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ പറ്റും, ഞാൻ വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു താൻ എന്നാ ഗുണ്ടയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗുണ്ടയൊന്നുമല്ല, ഞാൻ തൊഴിലാളിയാ. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ 4 പ്രാവശ്യം എന്നെ മാറ്റി നിർത്തി. മാറ്റി നിർത്തിയതിനു ശേഷം 4ാമത്തെ പ്രാവശ്യം ഈ മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് SI പറഞ്ഞു എന്താണെന്നറിയോ, നിങ്ങൾ എന്നെ അനുസരിച്ച് പോകാൻ. ഇതുപോലെ ക്രിമിനലുകൾ വാഴുന്ന രാഷ്ട്രീയ പിൻബലത്തിന്റെ ബലത്തിലാണ്. ഈ രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ മുന്നൊരു കോളർ പറഞ്ഞ പോലെ. തങ്കച്ചൻ, ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയപ്പെടരുത് എന്ന് മാത്രമല്ല, പറയാൻ എളുപ്പമാണെന്ന് ചിലപ്പോൾ തോന്നും. ചില ഘട്ടത്തിലൊക്കെ ആളുകൾ, സാധാരണക്കാർ പോലീസ് സ്റ്റേഷൻ്റെ സംവിധാനത്തിലൊക്കെ ഭയപ്പെട്ടു പോകും. പക്ഷേ ഈ ഭയപ്പെടാതെ നിന്ന ആളുകൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. അങ്ങനെയുള്ള പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കണം. നിരന്തരം ഒരു പരാതിക്ക് പരിഹാരം ഉണ്ടായാൽ അതിന് അപ്പുറത്തെ പരാതി കൊടുക്കണം. അങ്ങനെ 2 പരാതിയും കേസും ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവരൊക്കെ അവസാനം കാലുപിടിക്കാൻ മടങ്ങി വരും. എന്താ സാറേ, എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയില്ലേ. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാറാന്ന് പറഞ്ഞു ഉറപ്പ് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ അനിയൻ വക്കീലായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് പുറത്തിറങ്ങി മാറി നിൽക്കാൻ പറഞ്ഞ് പുറത്തിറങ്ങി വിളിച്ചു. അദ്ദേഹം പോലീസ് സ്റ്റേഷൻ വിളിച്ചതിന് ശേഷമാണ് എന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ. ഞാൻ ഒരിക്കലും കാരണം എനിക്ക് കൊന്നോട്ടെ ജാഗുവാണ് എന്ന് പറഞ്ഞ് നിന്നതിന്റെ പേരിൽ എനിക്ക് ആ കേസുകളിൽ ബലമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി. പക്ഷേ ഈ പോലീസുകാർ എപ്പോഴും ഉണ്ടല്ലോ, ക്രിമിനലുകൾ ഉണ്ടെന്നല്ല ഇല്ലെന്നല്ല, എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന പോലീസുകാരും ഉണ്ട്.
ഈ പോലീസുകാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരെ തിരിച്ചുവിടണം. കാണിപ്പിലൊക്കെ നമുക്കറിയാമല്ലോ ഉണ്ടായത് മാങ്ങാമോഷ കേസ്, അതുപോലെ ഒത്തിരി കേസുകളിൽപ്പെട്ട ക്രിമിനലുകൾ ഈ പോലീസുകാരെ മാറ്റി നിർത്തണമെന്ന് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ തങ്കച്ചൻ, മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, ഈ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഇത് രാഷ്ട്രീയ ജീവിതം ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതമല്ല. ശരി, ഓക്കെ. ഷാജിയാണ്. ശ്രീദാസനാണ് കണ്ടുകൊണ്ടിരുന്നത്. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഞാൻ ഗൗതമിന്റെ വർത്താനം കേൾക്കുന്നത്. അയാളൊക്കെ ഈ കേന്ദ്ര കമ്മിറ്റി മെമ്പറെ പോയാ പുള്ളി പറയുന്നത്. പുള്ളി ഇടക്കല്ല എപ്പോ ഞാൻ കേൾക്കുന്നത് ഒരു വൃത്തികെട്ട രീതിയിൽ ഈ പോലീസുകാരെ കൂടുതൽ. കിരൺ ബാബു, എനക്ക് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഒരു കാലത്ത്. എന്റെ മുഖത്തടിച്ചിട്ട് പോലീസുകാരെ. ഞാൻ കട്ടിലും കൊലപാതകമായിട്ട് ഒരു CPI MLA ഒരു അനുഭാവിയായിരുന്നു. ശരി. ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയിട്ട് എന്നെ അടിച്ചിട്ട് പോലീസുകാരാണ്. പക്ഷെ ഈ പോലീസുകാരെ കൂടുതൽ കുറെ ക്രിമിനൽ പുള്ളികളുണ്ട്. അത് സത്യം തന്നെയാണ്. ഈ ഗൗതമങ്ങൾ പറയണം, ഈ അനാവശ്യമായിട്ട് ഈ വൃത്തികൾ പറയാനൊക്കെ ഇയാളെ കുറച്ചു കാലം സഹിക്കുന്ന ഇയാളെ തോന്നിവാസങ്ങൾ. ഞാനൊരു കറക്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം അടിയുറച്ച് വിശ്വസിക്കുന്ന ആളെയാണ്. എന്റെ മൂത്തടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ഈ പോലീസുകാരൻ. ഈ പോലീസുകാരെ കൂടുതൽ കുറെ ക്രിമിനൽ പുള്ളികളുണ്ട്. അതുകൊണ്ട് ശ്രീദാസൻ, അതിനകത്ത് കാര്യം ഇത്രയേ ഉള്ളൂ. താങ്കൾ CPI MLന്റെ പ്രവർത്തകനായിരുന്നു. അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിൽ അതിന് ആ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇനി നാളെ BJP ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തൊക്കെ അധികാരമുള്ള ആളുകളുടെ ആണെങ്കിൽ ഇവരെല്ലാം അടിക്കാൻ മടിക്കും. അധികാരമില്ലാത്ത ആളുകളോട് ഹുങ്ക് കാണിക്കാവുന്ന രീതി പല പോലീസുകാർക്കും ഉണ്ട്. അത് ഈ അഴിമതി കാണിക്കാത്ത പോലീസുകാർക്കടക്കം അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ ആശയം അധികാരം തോക്കിങ്ങോലൂടെയായിരുന്നു. അധികാരം തോക്കിയും കുഴലിലൂടെ. ഞാൻ ഇന്നും അത് തന്നെയാണ് ആദർശം. പക്ഷെ ഇന്ന് ഇപ്പൊ കട കഴിഞ്ഞു പോയി, നടക്കൂല. ഓക്കെ ബാബു, ശരി. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ തോക്കിൻകുഴലിലൂടെ അധികാരത്തിൽ ഒന്ന് ശ്രമിക്കേണ്ട ശ്രീദാസൻ. ഇന്നും അത് തന്നെയാ. ശരി, ഓക്കെ. എന്തായാലും നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ തോക്കിൻകുഴലിലൂടെ അല്ല അധികാരം നേടേണ്ടത്, ജനാധിപത്യ രീതിയിൽ തന്നെയാണ്. ശ്രീ മോഹനനാണ് തൃപ്പൂണിത്തറയിൽ നിന്ന്. ശ്രീ മോഹനൻ, താങ്കൾ പറഞ്ഞോളൂ. നമ്മൾ ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള സത്യമാണ്. അതിന്റെ ഒരു ചൂടാണ് പോലീസുകാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് അഴിമതി ചെയ്താലും അവർക്ക് രക്ഷപ്പെടാം. അവരുടെ സംഘടന അതാണ്. ശ്രീ മോഹന, താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്താൽ സംസാരിക്കാൻ കൃത്യമായി. ദയവേത് എല്ലാ പ്രേക്ഷകരുടെയും അഭ്യർത്ഥനയാണ്. പുതുതായി വിളിക്കുന്നവർ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ലൈവായി സംസാരിക്കുന്നതും TV കാണുന്നതും തമ്മിൽ ഒരു 1-2 സെക്കൻഡിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കൂളായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയില്ല. TV മ്യൂട്ട് ചെയ്യാതിരുന്നത്. മ്യൂട്ട് ചെയ്താൽ നമുക്ക് കൃത്യമായി സംസാരിക്കാം. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, യഥാർത്ഥത്തിൽ കേരള പോലീസിന് ഒരുപാട് സൽപ്പേരും കീർത്തിയും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു പോലീസിൽ പക്ഷേ ഈ വിഷം ഒരു തുള്ളി മതി എന്ന് പറയുന്നത് പോലെ ഇത്തരക്കായ ക്രിമിനലുകൾ പോലീസിലുള്ളത്, അത് പോലീസിൽ പരാതി വന്നപ്പോഴാണ് ഇപ്പോഴായാലും മറ്റു പോലീസുകാരൻ തന്നെയാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തി പരാതി കൊടുത്തതൊക്കെ. പക്ഷേ ഇത്തരം ക്രിമിനലുകളെ നേരത്തെ കണ്ടെത്താനുള്ള സംവിധാനം പോലീസ് സംവിധാനത്തിൽ വേണ്ടേ? ശ്രീ ജയകുമാർ പറഞ്ഞോളൂ. ഞാൻ റിട്ടയർഡ് ഒരു പോലീസുകാരനാണ്. ശരി, ഓക്കെ. അപ്പോൾ താങ്കൾക്ക് സ്വാഭാവികമായും അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാൻ അറിയുമായിരിക്കുമല്ലോ. പോലീസിലെ ഈ സംവിധാനങ്ങൾ വളരെ മോശമാണ്. ഈ പറഞ്ഞോളൂ ശ്രീ ജയകുമാർ. അവര് ഈ നമ്മൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ചെന്നാലും അവര് നമ്മളെ മാക്സിമം ഹറാസ് ചെയ്ത് വളരെ 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 നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലാണ് അവരുടെ സംവിധാനങ്ങൾ. പിന്നെ ഈ പോലീസുകാരില് 1% ഈ മോഷണം അവരുടെ തൊഴിലാണ്. എന്നുവെച്ചാൽ ഒരു ആക്സിഡന്റ് ഒരിടത്ത് റോഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ അവരെ ഫസ്റ്റ് പെട്രോൾ മോഷണമാണ് അവരുടെ പരിപാടി. ഇത് വ്യക്തമായിട്ടുള്ള ഞാൻ റിട്ടയർഡ് പോലീസുകാരനാണ്. ഞാൻ കണ്ണു മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ബൈപ്പാസിൽ വെച്ച് ഒരു ആക്സിഡന്റ് നടന്ന ഇതിൽ ഒരു ബൈക്കുകാരൻ ആക്സിഡന്റ് നടന്ന് ആംബുലൻസിൽ കൊണ്ടുപോയപ്പം ആ ബൈക്കിൽ നിന്ന് പെട്രോൾ മോട്ടിക്കുന്ന ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പോത്തൻകോട് സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരെ മാങ്ങ കടയിൽ നിന്ന് പോത്തൻകോട് ഒരു കടയിൽ ചെന്ന് ഓഫീസർക്കെന്ന് പറഞ്ഞുകൊണ്ട് മാങ്ങ സ്ഥിരമായിട്ട് വാങ്ങിച്ച് പൈസ കൊടുക്കാതെ വാങ്ങിച്ചുകൊണ്ടാണ്. ഇതൊക്കെ സ്ഥിര സംവിധാനങ്ങളാണ്.
പിന്നെ ഇതേപോലെ ഈ പൈസ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് ഉള്ള ഇതാണ്. സിറ്റി കഴിഞ്ഞാൽ റൂറലിലോട്ട് വ്യാപകമായിട്ട് പൈസ വാങ്ങിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതൊക്കെ ഋഷി രാജ് സിംഗ് സാറ് ഡയറക്റ്റ് പിടിച്ചിട്ടുള്ള ഒരു കേസ് അറിയാം. ഈ കൊല കൊണ്ടുവരുന്ന ലോറിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന സംവിധാനം. ഇതൊക്കെ ഇങ്ങനെ ഒരു ശതമാനം ഇത് നടത്തിക്കൊണ്ട് അവർക്ക് സപ്പോർട്ടായിട്ട് അസോസിയേഷന്റെ ആൾക്കാരും ഉണ്ട്. അവര് പൂർണ്ണമായിട്ടുള്ള അവർക്ക് സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ഇതിൽ ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്താലും അതിന് അവര് താങ്കൾ സർവീസിലുണ്ടായിരുന്ന ഘട്ടത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയായിരുന്നു? അവര് അല്ലാത്ത നല്ല ഉദ്യോഗസ്ഥർക്കെതിരെ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു? നല്ല നമ്മൾ ഒരു നമ്മൾ ശരിയായിട്ടുള്ള ഒരു കാര്യം ചെയ്താലും ചിലപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മാക്സിമം നമ്മളെ ജി ഡി റൂട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ഹരാസ് ചെയ്തിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ സിറ്റിയിൽ തന്നെ ജോലി ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പലപ്പോഴും ഈ മേലുദ്യോഗസ്ഥരും ഇത്തരം അഴിമതിക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം വൃത്തികേടുകൾക്കൊക്കെ പ്രേരിപ്പിക്കാറുണ്ടോ? എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു CIക്ക് പൈസ വാങ്ങിക്കാനായിട്ട് പുള്ളി പൈസ വാങ്ങിക്കും. അപ്പൊ ഞങ്ങൾ GD ഇരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കേസുകൾ അന്വേഷിച്ച് പോയി പ്രതികളെ അദ്ദേഹത്തിനെ പോയി കാണണമെന്ന് പറയാത്തതുകൊണ്ട് ആൾക്കാർ ഇരിക്കുമ്പോൾ അവരെ മുമ്പേ വെച്ച് വളരെ ഇതായിട്ട് ചീത്ത വിളിച്ച് ഹരാസ് ചെയ്യുമായിരുന്നു. അതൊക്കെ എന്റെ അനുഭവമാണ്. അദ്ദേഹം പിന്നെ അവിടുന്ന് അങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്ന ആളുകൾക്കെതിരെ ഇപ്പോഴും ചീത്ത വിളിക്കുന്ന ചില ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ട്. നമുക്ക് അവരെ ഇത് ചെയ്യാനൊന്നും നോക്കില്ല. എന്ന് വെച്ചാൽ അവർക്ക് വേറെ സപ്പോർട്ടുകളുണ്ട്, വേറെ ഓഫീസർമാർ മുകളിലോട്ട് സപ്പോർട്ടുണ്ട്. ശരി ജയം, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ്. എന്തായാലും ഈ കാര്യത്തിൽ പ്രേക്ഷകരുടെ എല്ലാം ഏകദേശം പൊതുവായ അഭിപ്രായം തന്നെയായിരുന്നു. ഇത്തരം പുഴുക്കുത്തുകളെ ഒരു കാരണവശാലും പോലീസിൽ വെച്ച് പൊറുപ്പിക്കരുത്. അവർക്ക് സസ്പെൻഷൻ അല്ല, അവർക്കെതിരെ അതികർശനമായ നടപടികൾ, അവരെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന തരത്തിലുള്ള നടപടികൾ വരണം. അങ്ങനെയുള്ള നടപടികൾ തുടർച്ചയായി വന്നാൽ ഇത്തരം കള്ളന്മാരെല്ലാവരും ഭയക്കും, അവരെല്ലാം ഇത്തരം തെറ്റ് ചെയ്യാൻ ഭയക്കും. ജനത്തിന് തന്നെ കൂടുതൽ നടപടി ഇങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഇപ്പോൾ ജനത്തിൻ്റെ ഒരു പൊതുധാരണ ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് അവന് നാളെ തിരിച്ചു കയറും, അവനൊക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊരു ധാരണ ജനത്തിന് എന്തായാലും ഉണ്ട് എന്നുള്ളത് കൂടി അവരുടെ അഭിപ്രായങ്ങളിൽ വ്യക്തമാണ്. ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക്, പോലീസുകാർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്ന രീതിയിലേക്കുള്ള കർശനമായ നടപടികൾ ഉണ്ടാവണമെന്നുള്ള അഭിപ്രായമാണ് ഭൂരിഭാഗം പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.